ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ കുടുംബമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നാം എല്ലാം കണ്ടിട്ടുള്ളതുപോലെ മാധ്യമങ്ങളിലൂടെ പ്രിയ കർത്താവിന്റെ ദാസനെയും ദാസിയെയും ഒക്കെ നമുക്ക് പരിചയമുണ്ട്. ബീഹാറിന്റെ പ്രദേശത്ത് കർത്താവിന്റെ നാമത്തിനു വേണ്ടി അടുത്തിടയില് വലിയ പീഡനത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി, മരണത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവ് അത്ഭുതകരമായി അവരെ വിടുവിച്ചു. അവരുടെ ആ ഒരു സാക്ഷ്യം മാത്രമല്ല ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. അവര് അങ്ങനെ പലതരത്തിൽ പല അനുഭവങ്ങളിലൂടെ അവരെ കടന്നു പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ മുഴുവനായിട്ടുള്ള അനുഭവം ഈ പകൽക്കാലം നമുക്ക് കേൾക്കാം. കർത്താവ് അതിനായി അവരെ സഹായിക്കട്ടെ. അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ, ആമേൻ. ഇപ്പോൾ സന്തോഷമായിരിക്കുന്നുവല്ലോ ദേവദാസനെ? ഓക്കെ. ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ മാറിയല്ലോ ഇല്ലേ? മാറി വരുന്നു. ചെറിയ മരുന്നൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് കർത്താവിന്റെ ദാസനും ദാസിയും അടിയനുമായി കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണേ അപ്പാ. നിന്റെ കുഞ്ഞുങ്ങൾ കടന്നുപോയ വിധങ്ങളും വഴികളും ഒക്കെ ദൈവം അറിയുന്നല്ലോ. അങ്ങ് അവരെ വിടുവിച്ചു അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസമാക്കി ഇനിയും തീർക്കേണ്ടതിനാ ദൈവം അവരെ നടത്തുന്നതിനായി സ്തോത്രമായി. ജീവിതാനുഭവങ്ങൾ അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസനെ സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാം. എന്തെങ്കിലും ദൈവദാസൻ മറന്നു പോവുകയാണെങ്കിൽ ദൈവദാസിക്കും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. രണ്ടിനെയും ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ടെസ്റ്റ് മണി ഷെയർ ചെയ്താൽ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരവസരം എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ജോയിസ് ടി വിയിലൂടെ ഒരവസരം നൽകി തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. പ്രാരംഭമായിട്ട് ദൈവം ഈ ചാനലിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ടെസ്റ്റ് മണിയിലൂടെ ഉണ്ടാകുവാൻ തക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചുരുക്കം വാചകം എൻ്റെ ടെസ്റ്റ് മണി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 1991 സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിയാനയിലുള്ള ഗ്രേസ് ബൈബിൾ കോളേജിൽ കടന്നു പോകാനിടയായി തീർന്നു. അവിടെ നിന്ന് 94 ഗ്രാജുവേറ്റ് ചെയ്ത് ഞങ്ങൾ പഞ്ചാബിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടി കടന്നുപോയി. പഞ്ചാബിൽ ഞങ്ങൾ അന്ന് ആദ്യ സമയങ്ങളിൽ ഓപ്പറേഷൻ അഗപ്പ എന്ന് പറയുന്നൊരു ടീമിൻ്റെ കൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങൾ ടീം വർക്കാണ്. ടീമിൽ ഇങ്ങനെ ട്രാക്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോകും പല സ്ഥലങ്ങളിലും ട്രാക്ട്. കർത്താവിന്റെ ദാസന് പേരും എവിടെ എങ്ങനെയാണ് ആ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ദേവദാസനൊന്ന് പറഞ്ഞാട്ട്. ദേവദാസന്റെ ആ സ്കൂളിംഗ് ടൈമും ചെറിയതൊന്ന് പറഞ്ഞു. ശരി. എൻ്റെ പേര് പാസ്റ്റർ CP സണ്ണി എന്നാണ്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങളുടെ ഈ സ്ഥലം ഇത് കോട്ടയത്താണ്. കോട്ടയത്തിനടുത്ത് മുട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. 5 പേരും സുവിശേഷ വേലയിലാണ്. എൻ്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ അലഹബാദിൽ AG അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. പിന്നെ 3 പെങ്ങന്മാരാണ്. 3 പേരും അവർ ഭർത്താക്കന്മാർ പാസ്റ്റേഴ്സാണ്. ഒരാൾ രാജസ്ഥാനിലാണ്, ഒരാൾ ബീഹാറിലുണ്ട്, ഒരാൾ നാട്ടിലുണ്ട്. ഞങ്ങളുടെ പിതാവ് സഹോദരിയുടെ കൂടെയാണ് ഇപ്പോഴായിരിക്കുന്നത്. ഇപ്പോഴും ചെറിയൊരു
സഭയുണ്ട് അദ്ദേഹത്തിന്. ചെറിയ സഭയിൽ ശുശ്രൂഷയുണ്ട്. വൈക്കം സെൻറ്റർ, കോട്ടയത്ത് വൈക്കം സെൻറ്റർ, IPC വൈക്കം സെൻറ്ററിലെ ശുശ്രൂഷകനാണ്. അതുപോലെ എൻ്റെ വൈഫ്, അവർ 3 മക്കളാണ്. ചാച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. അവർ, എനിക്ക് തോന്നുന്നത് അവരുടെ എൻ്റെ വൈഫിൻ്റെ സാക്ഷി പുള്ളിക്കാരത്തി പറയും. ഉണ്ടായിട്ട് ഈ TV-യിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിന്റെ സംഘാടകരെ, ഭാരവാഹികളെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് കൊച്ചുറാണി എന്നാണ്. ഞങ്ങളുടെ സ്ഥലം കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്കടുത്ത് മുട്ടിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനൊരു കത്തോലിക്ക, പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ ഏരിയ തന്നെ കത്തോലിക്കരുള്ള മാത്രമുള്ള സ്ഥലമാണ്. ഹിന്ദുക്കളോ അങ്ങനെയുള്ള മറ്റുള്ള മതവിഭാഗക്കാരൊന്നും ഇല്ലാത്ത വളരെ 1-2 ഹിന്ദുക്കൾ മാത്രം, ബാക്കി എല്ലാവരും കാത്തലിക്സ് ആണ്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത്. പിതാവ്, മാതാവ്, ഞങ്ങൾ 3 സഹോദരങ്ങളുണ്ടാണ്. ഒരു മൂത്ത സഹോദരൻ, എൻ്റെ ചേച്ചി, ഞാനാണ് ഏറ്റവും ഇളയാള്. ഞങ്ങളങ്ങനെ സഭാപരമായ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലയളവിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു അസുഖം ഉണ്ടാകാനിടയിൽ തീർന്നു. തലവേദനയായിട്ടാണ് തുടങ്ങിയെങ്കിലും അത് ആ വേദന ശരീരം മുഴുവൻ വ്യാപിച്ചു. ഗ്രാജുവലി അതിങ്ങനെ വ്യാപിച്ചിട്ട് എനിക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ ഇരിക്കുവാനോ ആഹാരം പോലും കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലായി തീർന്നു. അന്ന് കാത്തലിക് സഭയുടെ ആ രീതിയിലുള്ള നേർച്ച കാഴ്ചകളെല്ലാം പല പല പള്ളികളിലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കേട്ട സ്ഥലങ്ങളിലെല്ലാം നേർച്ച കാഴ്ചകൾ നടത്തി. എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സകളും ചെയ്തു. ഡോക്ടർമാർ ഉപേക്ഷിച്ചു നേർച്ച കാഴ്ചകൾ. ആ രീതിയിലുള്ള എല്ലാ എന്നെ കൈവിട്ടൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസവും മുടങ്ങി. ഞാൻ കിടക്കിൽ തന്നെ ആയിത്തീർന്നു. എൻ്റെ അമ്മ എനിക്ക് ആഹാരം വാരിത്തരും, എഴുന്നേക്കാൻ പോലും. അപ്പോഴൊക്കെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം, എനിക്ക് പഠിക്കാൻ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലോ, ആ ഒരു സങ്കടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടും. സിസ്റ്റേഴ്സിൻ്റെ കോൺവെന്റ് സ്കൂളായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവര് ആങ്ങളോട് പറഞ്ഞു വരും, കുഴപ്പമില്ല, കൊച്ചുറാണിയോട് പറയുക, അവൾ എന്ന് സ്കൂളിൽ വന്നാലും ചേർത്തോളാം എന്ന് പറയൂ, അസുഖം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നവർ എൻ്റെ അസുഖം കൂടിക്കൂടി വന്ന് കൈകാലുകളൊന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ എന്നെ തിരിച്ചു ഭവനത്തിലേക്ക് വിട്ടു. ഞാൻ കിടക്കയിൽ തന്നെ ആയി തീർന്നു. എൻ്റെ അയൽവാസികളും സ്വന്തം ബന്ധുക്കളെല്ലാം വന്ന് ഈ കുട്ടി എപ്പം മരിക്കുമെന്നുള്ളൊരു ചിന്തയിൽ അവരൊക്കെ കാണാൻ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം എല്ലാ പ്രതീക്ഷകളും കൈവിടിഞ്ഞു. മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെയും വളരെ നിരാശയിലായി തീർന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ സഹോദരൻ ഒരു സുവിശേഷ സ്നേഹിയാണ്. അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു CCI വിശ്വാസിയായ കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് കൂടെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും പ്രാർത്ഥനകളൊക്കെ വീട്ടിലറിയാതെ പോകുന്നത്. ചാച്ചനും അമ്മച്ചിക്കും ഭയങ്കര എതിർപ്പാണ്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഒരു അവജ്ഞയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ ബൈ ചാൻസിൽ ഇന്ത്യ എവരിഹോം ക്രൂസൈഡിന്റെ 2 ദേവദാസന്മാർ തലയാലപ്പുറമ്പിൽ വന്ന് താമസിച്ചു. അവര് ഇങ്ങനെ വീടുകൾ, അവരുടെ പ്രവർത്തനം അങ്ങനെയാണല്ലോ, വീടുകളിൽ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ചുറ്റുപാടുമുള്ള താല്പര്യമുള്ള ചെറുപ്പക്കാരെ ബൈബിൾ ക്ലാസ് എടുക്കും. അവരങ്ങനെ ക്ലാസ് എടുത്ത് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നു. അവരടുത്ത സഭകളിലേക്ക് അവരെ പറഞ്ഞുവിടും. അതാണ് അവരുടെ വർക്ക്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ വന്നപ്പോൾ ബൈ ചാൻസ് എൻ്റെ സഹോദരനെ ഈ ദേവദാസന്മാരെ കാണുവാനിടയിൽ പോകുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാന്നൊക്കെ ആദ്യമാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അപ്പോഴത്തെ അവരോട് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ സഹോദരി ഇങ്ങനെ വയ്യാതെ മരിക്കാറായി, വീട്ടിൽ കിടക്കുകയാണ്, അവൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ദേവദാസന്മാർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങൾ ഉറപ്പായിട്ടും കടന്നു വരാം എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് വളരെ എതിർപ്പായിരുന്നു. അദ്ദേഹം അത് മുടക്കി. പിന്നെയും എൻ്റെ ആങ്ങളെ നിർബന്ധിച്ച് എൻ്റെ ഒരു പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും, നമ്മുടെ പ്രാർത്ഥന പോലെയല്ല, അവരുടെ പ്രാർത്ഥിച്ചാൽ രോഗികളൊക്കെ സൗഖ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് അല്പം ഒരു മയം വന്നു. എൻ്റെ ജീവന്റെ വിലയാണല്ലോ എന്നോർത്ത് പറഞ്ഞു, എങ്കിൽ ശരി വരട്ടെ, പ്രാർത്ഥിക്കട്ടെ, പക്ഷെ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് പൊക്കോളാം
ഞാൻ കാണാനുള്ള അവസരം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവദാസന്മാർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. അപ്പോഴും ഞാൻ കിടക്കയിലാണ്. അവർ വന്ന് എന്നെ കണ്ടു. അവർ ചോദിച്ച്, മോളെ വിശ്വാസമുണ്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ച് സൗഖ്യമാവുന്ന വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ശരിക്കൊന്നും അറിയത്തില്ല. വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. മരണത്തെ മുഖാമുഖം കണ്ട് എപ്പോൾ മരിക്കുന്നുള്ള അവസ്ഥ കിടക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞു, എല്ലാ പ്രതീക്ഷയും നശിച്ച് കിടക്കുകയാണ്. ഞാനും വെറുതെ എന്ന് പറഞ്ഞു, ഉണ്ട്, വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും അവർ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ നിന്ന് എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥിച്ചു. വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന കേൾക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ നിമിഷം തന്നെ കർത്താവ് എന്നെ തൊട്ട് അത്ഭുതകരമായി വിടുവിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഏകദേശം 1 വർഷത്തോളമായി ആ സമയത്ത് ഞാൻ കിടക്കിൽ എഴുന്നേറ്റിരുന്നു. ആ ദേവദാസന്മാർ തന്നെ എനിക്ക് ബൈബിള്, കത്തോലിക്ക പള്ളിയിലെ ബൈബിളാണെങ്കിലും അത് അവരെനിക്ക് എടുത്തു തന്നു. വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് അപ്പോഴും ഉറപ്പൊന്നുമില്ലെങ്കിലും ഞാൻ പറ്റുമെന്ന വെറുതെ എന്ന് പറഞ്ഞു. എനിക്ക് ബൈബിൾ തന്നു. ഞാൻ ആദ്യമായിട്ട് 1 വർഷത്തിന് ശേഷം ദൈവവചനം വായിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്നെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ആ വിടുതലിന് ശേഷം ഞാൻ തുടർന്ന് സ്കൂളിൽ പോകാൻ ഇടയായി തീർന്നു. എനിക്ക് കർത്താവ് അത്ഭുതകരമായ ഒരു വിടുതലുണ്ട്. എൻ്റെ പിതാവിന് ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് തോന്നി. പിന്നെ ഒരു ചെറിയൊരു സൗമ്യമായ രീതിയിൽ ഇടപെടാൻ തുടങ്ങി. പിന്നെ ഈ ദേവദാസന്മാർ 2 വർഷം ഞങ്ങളുടെ വീട്ടിൽ വന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് എടുത്തു. ചുറ്റുപാടുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി. എന്നാലും എനിക്ക് പിതാവും മാതാവും സംബന്ധിച്ചിരുന്നില്ല. പിതാവിന് അത് ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും എനിക്ക് കിട്ടിയ രോഗസൗഖ്യം കിട്ടിയതിന്റെ ഒരു നന്ദി സൂചകം എന്നോണം ക്ലാസ് എടുക്കാൻ പിതാവ് സമ്മതിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ ഞങ്ങൾ മക്കൾ 3 പേർ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു. തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസം പുനരാരംഭിച്ചു. പിറ്റേ വർഷം എന്നെ വീണ്ടും സ്കൂളിൽ ചേർത്തു. തുടർന്ന് പഠിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. തുടർന്ന് കുറവിലങ്ങാടുള്ള ദേവമാതാ കോളേജിൽ നിന്ന് കൊമേഴ്സിൽ PG ഡിഗ്രി സെക്കൻഡ് ടോപ്പറായ കോളേജിൽ ഞാൻ പാസ്സാവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം ഒരു ഹയർ ഡിപ്ലോമ HDC എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സും പാസ്സാവാൻ കർത്താവ് എന്നെ സഹായിച്ചു. തുടർന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൽ കടന്നു വന്നു. കുടുംബമായി കർത്താവിനെ ആരാധിക്കാനുള്ള കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. മാതാവും പിതാവും നിത്യതയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ വിവാഹത്തിന് മുമ്പേ എൻ്റെ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. പിതാവ് എൻ്റെ വിവാഹത്തിന് ശേഷം 3 വർഷം ആകുമ്പോൾ പിതാവും ദൈവത്തിൽ ചേർക്കപ്പെട്ടു. സഹോദരി കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കും. സഹോദരനും ചൈൽഡ് ഇവാഞ്ചലിസ്റ്റാണ്. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ തുടർന്ന് ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഭൗതിക ജോലിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് 99-ൽ ഞങ്ങളുടെ വിവാഹം കഴിയുന്ന. വിവാഹത്തിന് ശേഷം ഞങ്ങൾ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ, അന്ന് ദേവദാസൻ പഞ്ചാബിൽ കട്ടർവേലയിലായിരിക്കുന്ന സമയമായിരുന്നു. 99-ൽ ഞങ്ങൾ വിവാഹത്തിൻ്റെ 16-ാം ദിവസം സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾ പഞ്ചാബിലേക്ക് കടന്നു പോകാനിടയായിത്തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ഞങ്ങളെ നിലനിർത്തി. സത്യത്തിൽ ഇതൊന്നും യോഗ്യരല്ലായിരുന്നെങ്കിലും കർത്താവ് യോഗ്യത ആക്കി മാറ്റി കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി നിലനിർത്തി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ആത്മീയമായ പ്രതിസന്ധികൾ, ഭൗതികമായ ഒരു മിനിറ്റ് മാര്യേജ് വരെ പറഞ്ഞല്ലോ. അതിനുശേഷം ഇനി ഭർത്താവിന്റെ ദാസനും ദാസിയും കൂടെ ഉള്ള ചരിത്രം ദൈവദാസനും എല്ലാം ഓർമ്മയിൽ വരുമോ? പറഞ്ഞാട്ട് പിന്നെ ദേവദാസൻ. ഓക്കെ പാസ്റ്റർ, ഇച്ചിരി മോഹം ഇച്ചിരി ഇങ്ങോട്ട് വെച്ചാട്ട്. ഞാൻ ആദ്യം പറഞ്ഞു വന്നതുപോലെ പിന്നെ ഞാൻ 91-ലാണ് ആദ്യമായിട്ട് ബൈബിൾ സ്കൂളിൽ, അതായത് ഹരിയാനയിലുള്ള ഗ്രേസ് ബൈബിൾ കോളേജിലാണ് പഠിക്കാനായിട്ട് പോയത്. അവിടുന്ന് ഞങ്ങൾ ടീമായിട്ട് ബൈബിൾ സ്കൂളിൽ തന്നെ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം പഞ്ചാബിലേക്ക് പോയി. പഞ്ചാബിൽ ഓപ്പറേഷൻ അകപ്പെട്ടുള്ള ബന്ധത്തിൽ കുറച്ച് നാളുകൾ ഞങ്ങൾ ആ പ്രദേശങ്ങളെല്ലാം ട്രാക്ട് വിതരണങ്ങളായിട്ട് നടക്കുവാനും അങ്ങനെ പല ഗ്രാമങ്ങളിലും പോയി പ്രവർത്തനം ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ടൗണുകളിലെല്ലാം പോകും. അത് ശരി ആദ്യ സമയങ്ങളിൽ പഞ്ചാബിൽ നബയിൽ അന്ന് ശരിക്കും എനിക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ പഞ്ചാബിയോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ഞാനിങ്ങനെ ട്രാക്റ്റ് കൊടുത്ത് ചെല്ലുന്ന സമയത്ത്
ഒരു ബജാറിൽ വെച്ച്, അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ ഉപദ്രവിക്കപ്പെടുന്നത്. അപ്പം അവിടെ അന്ന് ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ശരിക്കും പഞ്ചാബി അറിയില്ല, ഹിന്ദി അറിയില്ല. ഞാൻ അതിനെ ചെറിയ വാക്കുകൾ മാത്രമേ അറിയുള്ളൂ. യീശു മസീഹ കഹാനിയെ, യീശു മസീഹ അച്ഛാ കിതാബ്, ഇങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ട്രാക്റ്റുകൾ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബജാറിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളെ ഒരു മനുഷ്യൻ എന്നെ പിടിച്ചു നിർത്തോടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ യേശു ക്രിസ്തുവിന് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, പിന്നെ നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തു എന്ന് ഇംഗ്ലീഷിലാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് അന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് പറയാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നോ നീ ഹിന്ദിയിൽ സംസാരിക്കണം, നീ ഹിന്ദുസ്ഥാനിയാണ്, ഹിന്ദി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാതെ കുഴഞ്ഞ് പെട്ടെന്ന് ഇദ്ദേഹം അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കുറേ ചെറുപ്പക്കാർ വന്ന് തന്നെ രണ്ട് സൈഡിൽ നിന്നും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ സുവിശേഷമൊക്കെ കഴിഞ്ഞാണായിരിക്കും ഇവർ തന്നെ കൊല്ലുകയുള്ളൂ. അങ്ങനെ ഒരു ഭയം ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ആശ്വസിച്ചു, കാരണം എൻ്റെ സുവിശേഷ വേല ചിലപ്പോൾ തീർന്നു കാണുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, പെട്ടെന്ന് അവിടെ ഒരു ആള് വന്നു. അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു സർദാർജി, നല്ല ഹൈറ്റും നല്ല വണ്ണമൊക്കെ ഉള്ള മനുഷ്യൻ. ഇയാൾ വന്ന് എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ എടുത്തിട്ട് ഓടിപ്പോയി കഴിഞ്ഞു. പിന്നെ ഇയാൾ എന്നെ കൊണ്ടുപോയിട്ട് അയാളൊരു ഫെർട്ടിലൈസർ കട നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ അവിടെ കൊണ്ടുപോയി എന്നെ നിർത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ്, ആരാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ മലയാളിയാണ്, കേരളത്തിൽ നിന്ന് വന്നാണ്, സുവിശേഷ പ്രവർത്തനമാണ്, ഞങ്ങൾ യേശുവിനെ ഈ കഥകൾ ഇങ്ങനെ പുസ്തകങ്ങൾ കൊടുക്കുന്നു, ഞങ്ങളുടെ ഒരു ഫിലിം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞിരുന്ന ഫിലിം പ്രദർശനം നടത്തുക ഈ ബജാറിൽ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെ തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ സ്വന്തമല്ല, അത് ഞങ്ങളുടെ ഡിനോമിനേഷൻ്റെ സംഘടനയാണ്, അതുകൊണ്ട് പുള്ളി പറഞ്ഞ ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി അവിടെ ഒരു മീറ്റിംഗ് നടത്തി. അതിനുശേഷം ഞങ്ങൾ നല്ല രീതിയിൽ ആ പ്രോഗ്രാം അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിന്നെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് നടത്താൻ അവസരം തന്നു. അങ്ങനെ ആ ദേശത്ത് ഒരു സഭ അതുമൂലം തുടങ്ങുവാനായിട്ട് ദൈവം അവസരം നൽകി തന്നു. അവിടെ നിന്ന് വീണ്ടും ഞാൻ ഓപ്പറേഷൻ ആകപ്പാട് പ്രവർത്തനം വിട്ടിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പഞ്ചാബിൽ തന്നെ ഉള്ള ഫ്ലോർ എന്ന് പറയുന്നത്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ ജലന്ധർ ജില്ലയിലാണ്. എന്നാൽ ജലന്ധറിലേക്ക് കൂടുതൽ ദൂരമുള്ളത് ലുധിയാനയ്ക്ക് തൊട്ടടുത്ത സ്ഥലമാണ്. ലുധിയാനയ്ക്ക് മിനിമം പോയിന്റാണ്. ജലന്ധറിലേക്ക് വളരെ ദൂരമുള്ളൊരു ജലന്ധറിൻ്റെ ബോർഡറാണ്. അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നു. അവർ വന്ന് ഞാനിങ്ങനെ സാധാരണ ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ റെയിൽവേയുടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ കാണും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്ത വന്നിങ്ങനെ ഈ വീടുകളിലൊന്നും അങ്ങനെ ആരും പോകില്ലല്ലോ, ബൈ റോഡല്ലേ സാധാരണ ആൾക്കാർ യാത്ര ചെയ്യുന്നതും, അല്ലെങ്കിൽ ട്രാക്ട് കൊടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതുവഴി പോകണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു. ശരിക്കും അപ്പോഴും ഹിന്ദി ചെറുതായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ പഞ്ചാബി അന്ന് നമുക്ക് ശരിക്കും അങ്ങനെ മനസ്സിലാവില്ല. അങ്ങനെ ഈ രണ്ട് സുഹൃത്തുക്കൾ വന്നു. അതായത് അവർ കാശ്മീരി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, KEF-ൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി ആയതുകൊണ്ട് എനിക്ക് ഐഡൻറ്റി കാർഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഐഡൻറ്റി കാർഡ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ട്രാക്ട് കൊടുക്കാനായിട്ട് റെയിൽവേ വഴി ഇങ്ങനെ നടന്നുപോയി. ട്രാക്ട് കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ റെയിൽവേയുടെ അവിടെ ഇങ്ങനെ പാറാൻ നിൽക്കുന്ന പോലീസുകാരുണ്ട്, ഈ പാലത്തിൻ്റെ അവിടെ. അവർ വിളിച്ചു നിങ്ങൾ ആരാ, എന്താ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ ശരിക്കും പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നെ പിടിച്ച് റൂമിനകത്ത് കയറ്റി. മറ്റേവരുടെ കയ്യിൽ ഐഡൻറ്റി കാർഡ് ഉണ്ടായിരുന്നുകൊണ്ട് അവരെ വേറൊരു പോലീസുകാരൻ, ചെറുപ്പക്കാരനാണ്, അത് ഒരു ഡിഗ്രിക്കാരനില്ല, അദ്ദേഹം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ റൂമിനകത്ത് കയറ്റി. എന്നെ വിളിച്ച് കൊണ്ടുപോയ ആളാണെങ്കിൽ അദ്ദേഹം ഒരു പ്രായമുള്ള ആളായിരുന്നു. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് ചോദിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം എന്നെ അടിക്കാൻ തുടങ്ങി. അടിച്ചടിച്ച് കണ്ടമാനം അടിച്ചു കഴിഞ്ഞ അവസാനം ചെവിയുടെ അകത്ത് എടുത്തിട്ട് ഞരമ്പ് കേടായി. എനിക്ക് പിന്നീട് എനിക്ക് തലകറക്കം ഉണ്ടായാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഞാൻ തലകറങ്ങി വീഴുമായിരുന്നു. എങ്കിലും ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നീട് ഞാൻ പോവുകയും അയാൾക്ക് ട്രാക്ട് കൊടുക്കുകയും പ്രേംലാലിൻ്റെ ദിൽ എന്ന് പറയുന്ന ട്രാക്ട് ഉണ്ട്,
10 കൽപ്പന ഉള്ള ഒരു ട്രാക്ട് നീക്കിട്ട് അത് കൊണ്ടു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ അവസാനം എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും എൻ്റെ അടുത്ത് വരാമെന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എങ്കിലും ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ആ മനുഷ്യൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക, കുടുംബത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പുറം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നീട് പാകിസ്ഥാന്റെ ബോർഡർ ഗുരുദാസ്പൂർ ജില്ലയിൽ ആയിട്ടൊരു സ്ഥലം ആ ഭാഗത്ത്. അതിന് പാസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഇതൊക്കെ? അല്ല, അതിന് മുൻപാണ്. അപ്പൊ ഗുരുദാസ്പൂർ ചെന്ന് കഴിഞ്ഞ് ഗുരുദാസ്പൂർ ജില്ലയിൽ പാകിസ്ഥാന്റെ ബോർഡറാണ്. ഫെൻസിങ്ങിനോട് ചേർന്ന് 14 ഗ്രാമങ്ങളുണ്ട്. ആ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നതും പ്രവർത്തനം ചെയ്യുന്നു. അന്ന് അവിടെ ചർച്ചോ ക്രിസ്ത്യൻസോ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അവിടെ ഒരു സർപ്പഞ്ച്, അതായത് അവിടുത്തെ ഗ്രാമത്തലവനാണ് വിളിച്ചത്. അദ്ദേഹം വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു സ്കൂൾ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളൊരു 4ാം ക്ലാസ്സിലുള്ള സ്കൂൾ തുടങ്ങുക എന്നുള്ള അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇവർ സ്കൂള് എന്ന് പറഞ്ഞ് വരും, പിന്നീട് അവർ സ്കൂൾ നിർത്തും, അവർ ചർച്ച് തുടങ്ങും, ചർച്ച ആക്കും, നമ്മുടെ ആൾക്കാരെയൊക്കെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കും. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ചെന്ന് സ്കൂൾ തുടങ്ങി, കുറേ കുട്ടികൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പിള്ളേരെ ഞങ്ങൾ ക്രിസ്ത്യൻ പാട്ടുകൾ പഠിപ്പിച്ചു, പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. അപ്പോൾ ഈ പിള്ളേർക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടായാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ പറയുന്നത് പെട്ടെന്ന് സാറ് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ സൗഖ്യമാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ഈ പാകിസ്ഥാന്റെ ബോർഡർ ഫെൻസിങ്ങിന് സൈഡിലൂടെയുള്ള കുറേ ദൂരമുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കടന്നുപോയി. ഒരു പയ്യനെ നമ്മുടെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്ന കുഞ്ഞാണ്. അപ്പം കുറച്ച് ദിവസം കാണായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവനെ പോയി കാണാമെന്ന് വിചാരിച്ചു. അവന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. സന്ധ്യ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് എന്നെ സൈക്കിൾ തടഞ്ഞ്, ഞാൻ സൈക്കിളാണ് പോകുന്നത്, ഒറ്റയ്ക്കായിരുന്നു. കാരണം കൂട്ടുകാരോട് പറഞ്ഞ്, കൂടെയുള്ള സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ആത്മഭാരം പോലെ തോന്നി. ഞാൻ അങ്ങനെ പോയതാണ്. തിരിച്ചു വരുന്ന സൈക്കിൾ തടഞ്ഞു നിർത്തി അവരെന്നെ അടിക്കാനിടയായി. അവിടെ വെച്ച് അടിച്ചു. അത് എന്തിനാണ് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നീടാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിടികിട്ടിയത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ ആ ദേശത്ത് ഇന്ന് ഞാൻ അടികൊണ്ട ആ സ്ഥലത്ത് 100-300-ലധികം വിശ്വാസികളുള്ള ഒരു സഭയുണ്ട്. എൻ്റെ കൂടെ അന്ന് ഞങ്ങളുടെ കൂടെ ജൂനിയർ ആയിരുന്ന ബൈബിൾ സ്കൂളിൽ പഠിച്ചൊരു സഹോദരനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് തിരിച്ചു പോരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ അതിനുശേഷം ആ ചർച്ചിൽ കടന്നു പോകാനിടയായി. എന്നെ ആ സഹോദരൻ പല സ്ഥലങ്ങളും കൊണ്ടുപോയി എന്നോട് കണ്ടോ CP എന്നാണ് അവരെന്നെ വിളിക്കുന്നത്. CP നോക്ക്, നിങ്ങൾ തല്ലുകൊണ്ട സ്ഥലമല്ല, ഇവിടെ നിന്ന് രാജ്പൂതുകളാണ് 2 പയ്യന്മാർ കേരളത്തിൽ BTH പഠിക്കാൻ പോയിട്ടുണ്ട്. 100-300ഓളം സഭ, നല്ലൊരു ചർച്ച വേറെ സംഘടനകൾ കൂടി വർക്ക് ചെയ്ത് അങ്ങനെ അവർ നല്ലൊരു ഹോളൊക്കെ വെച്ച് കൊടുത്ത് നല്ലൊരു പള്ളിയൊക്കെ വെച്ച് നല്ലൊരു വർക്ക് അവിടെ നടക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അനേക പ്രയാസങ്ങളിലൂടെ ആയിരുന്നെങ്കിലും റിസൾട്ട് കാണാനായിട്ട് കഴിഞ്ഞു. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പഞ്ചാബിൽ മാൻസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം പുള്ളിക്കാരത്തി ആദ്യം പറഞ്ഞതുപോലെ ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ എൻ്റെ കൂടെ പഞ്ചാബിലേക്ക് വരുന്നത്. കല്യാണത്തിന് മുമ്പ് ഞാനിങ്ങനെ പറയുമായിരുന്നു, കല്യാണത്തിന് പെണ്ണ് കാണുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവരും പറയുന്നത് സ്കൂളാണ്, പക്ഷേ ഞാൻ സ്കൂൾ പഠിക്കുന്ന അധ്യാപകനല്ല, എനിക്കതുമായിട്ട് ബന്ധവുമില്ല, ഞാനൊരു സുവിശേഷകനാണ്, സുവിശേഷ പ്രവർത്തനമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ കഷ്ടത ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, പട്ടിണികളുണ്ടാകും. അത് പക്ഷേ നമ്മുടെ നാട്ടിൽ ആരും അറിയരുത്, അങ്ങനെ ഞാൻ പറയാനിടയായി. പക്ഷേ പുള്ളിക്കാരത്തി വളരെ ആ കാര്യത്തിൽ 100% നീതി പുലർത്തി. ഇവിടുന്ന് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഇളയ സഹോദരിയും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഇവർ 2 പേരും ഞങ്ങൾ അല്പ പൈസ കയ്യിലുണ്ടായിരുന്നു. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ പൈസ തീർന്നു. അതിനുശേഷം പിന്നീട് ആഹാരം കഴിക്കാനില്ല. പെങ്ങൾ ഒരു കട്ടിലേക്ക് കിടക്കും, ഇവൾ മറ്റൊരു കട്ടിലേക്ക് കിടക്കും, തളർന്ന് കിടക്കും. അവസാനം ഒരു ദിവസം എന്നോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റുമെന്നൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ സുവിശേഷകരെ വിളിച്ച് ഞാനല്ല, കർത്താവാണ് വിളിച്ചത്, കർത്താവിനോട് ചോദിക്കുക, ദൈവം വഴി തുറക്കും. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അന്ന് എൻ്റെ സഹോദരൻ അലഹബാദിൽ വർക്ക് ചെയ്യുന്ന പാസ്റ്റർ CP രാജു അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു. കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഏതാണ്ട് 1 മാസത്തിന് ശേഷം ഞങ്ങൾ അന്ന് ആദ്യമായിട്ടാണ് ആഹാരം കഴിക്കാനായിട്ട്. 1 മാസം പട്ടിണി കിടന്നോ പാസ്റ്റർ? 1 മാസം ഞങ്ങൾ പട്ടിണിയായിട്ട് കിടക്കേണ്ടി വന്നു. പൈപ്പിൽ വെള്ളം, ചെപ്പക്കല്ല് എന്ന് പറയും, അവിടുത്തെ പൈപ്പിൽ ചെപ്പക്കല്ലിൽ വെള്ളം കുടിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, പല സ്ഥലങ്ങളിൽ പോകും, എന്നുള്ള കാര്യങ്ങളായിട്ട് നടന്നു. അവസാനം ഈ സമയത്ത്
വളരെ പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന മാൻസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ റെയിൽവേ പ്ലാറ്റ്ഫോമുണ്ട്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഈ ഗുഡ്സ് വന്ന് ഇറക്കുന്ന, അതായത് അരി സാധനങ്ങൾ ഇറക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ വള ഇറക്കാനായിട്ട് വണ്ടി വരും, അവിടെ നിന്ന് അരി ഇറക്കാനായിട്ട് വണ്ടി വരും, നെല്ല് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് വണ്ടി വരും. അതിനുവേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ മറാഠി ആദിവാസികളായിരിക്കുന്നവർ ആ പ്ലാറ്റ്ഫോമിൽ താമസിക്കും. അവരവിടെയാണ് ഇതിനകത്ത് താമസിക്കുക. അവർ ടോയ്ലറ്റിൽ പോകുന്നതും മൂത്രമൊഴിക്കുന്നതും എല്ലാം ഈ പ്ലാറ്റ്ഫോമിൻ്റെ താഴെയും സൈഡിലൊക്കെ ആയിരിക്കും. പക്ഷെ അരി ഇറക്കി കഴിയുമ്പോൾ ഇവർ ഈ അരി അവിടെ നിന്ന് അവർ മലമൂത്ര വിസർജനം ചെയ്തതിന് അതിനകത്ത് വാരിയെടുത്ത് മുകളിൽ കയറ്റി വെച്ച് അവർ അത് പേറ്റി പെറുക്കി അവരത് വിൽക്കും. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ വിൽക്കും. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരി 10 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പോയി എനിക്ക് 500 ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് കാരണം കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് വിലക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ സഹോദരൻ അവിടെ ചെന്നു. പക്ഷെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പോലീസുകാരൻ്റെ ലുക്കാണ്, നല്ല പൊക്കവും അതിനനുസരിച്ച് വണ്ണവും ഒക്കെ ഉണ്ട്. ഒരു പട്ടാളക്കാരുടെ ഒരു പച്ച കളറിലൊരു പാൻറ്റും ഒക്കെ ഇട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവർ അരിയൊക്കെ എടുത്തുകൊണ്ട് ഓടി, ചോദിച്ചിട്ട് കൊടുത്തില്ല. തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞ്, സീറ്റി ഞാൻ പോയി അരിക്ക് പോയിട്ട് അരി കിട്ടിയില്ല, അവരെന്നെ കണ്ടപ്പോൾ അരിയും കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ വന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത് ആണെങ്കിൽ രാഹി കിട്ടുന്ന സമയം വന്നു. അദ്ദേഹം ഞാനത് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറയാനുണ്ട്. എന്നോട് പറഞ്ഞ ശരി, ഞാനൊരു പണി ചെയ്യാം, എന്നോട് സമ്മതിക്കുവാണെങ്കിൽ ഒരു പണി ചെയ്യാം. കാരണം ഞങ്ങൾക്ക് പരിചയമുള്ളതിന് ഞങ്ങളുടെ അടുത്ത് പഠിക്കാനായിട്ടൊക്കെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിൽ നമുക്ക് പോകാം. ഞാൻ അടുത്ത് കടയിൽ പോയിട്ട് രാഹി കെട്ടാം, 2 രാഹി കടം വാങ്ങിക്കാം. അപ്പോൾ ഒന്ന് പെങ്ങൾക്ക് കൊടുക്കാം, ഒന്ന് സീപ്പയുടെ ഭാര്യയ്ക്ക് കൊടുക്കാം. നമ്മൾ 2 പയ്യന്മാർ അവിടെ പോലീസുകാരുടെ പിള്ളേരാണ്, അവരുടെ കയ്യിൽ 2 പേരും രാഹി കെട്ടുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു 10-100 രൂപ വെച്ച് തരും, നമുക്ക് ഒരു മാസത്തേക്ക് അതാ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവൻ അവിടെ ചെന്ന് രാഹി കടം വാങ്ങിച്ചിരുന്നു. പക്ഷെ എന്നാൽ അത് വന്നിട്ട് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ചെല്ലുന്നത്. കാരണം കുറച്ച് ദൂരമുണ്ട്. ഇവർ ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിക്കും, പൈപ്പിൽ നിന്ന് നടക്കും. അങ്ങനെ നടന്ന് പല സ്ഥലങ്ങളിൽ ഇരിക്കും, നടന്നു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരുടെ കയ്യിൽ രാഹി കെട്ടിയപ്പോൾ അവർ ഭയങ്കര സങ്കടമായി. അവർ പറഞ്ഞു, മാഡം ഞങ്ങളുടെ പപ്പ വീട്ടിലില്ല, പപ്പ ഡ്യൂട്ടിക്ക് പോയി, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞങ്ങളുടെ സഹോദരിമാർ, അതായത് അവരുടെ അപ്പൻ്റെ അനിയന്മാരുടെയും ചേട്ടന്മാരുടെയും മക്കളുണ്ട്, അവർ പെൺപിള്ളേർ വന്ന് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി, ഞങ്ങളുടെ കോവിൽ ഒന്നുമില്ല പറഞ്ഞ് പിള്ളേർ കരയാൻ തുടങ്ങി. ഒന്നിടെ ഞങ്ങൾ അവിടെ നിന്ന്, പക്ഷെ അവർ ഞങ്ങൾക്ക് അവിടെ നിന്ന് ആഹാരം തന്നു. ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാ. അങ്ങനെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ ഞങ്ങൾ പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും അടികൊണ്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ. ഒരിക്കലും ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ബംഗാളി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, സ്വപ്പൻ മന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മന്ന എന്നോട് പറയും, സണ്ണി പട്ടിണി കിടക്കാൻ നിനക്ക് ദർശനം ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ആ ദർശനമില്ല, എനിക്ക് ആഹാരം വേണം. അവന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ടീം വർക്കിന് വേണ്ടി വന്നതാണ്. ടീം വർക്കിന് പോകും, പക്ഷെ പൈസ ഇല്ല. ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ടില്ല. അങ്ങനെ ഇവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, നീ പട്ടിണി കിടക്കാൻ നിനക്ക് ദർശനം കാണും, മുളക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നിനക്ക് ദർശനം കാണും, പക്ഷെ എനിക്ക് അങ്ങനത്തെ ദർശനമില്ല. എനിക്കിന്ന് ആഹാരം കഴിക്കണം, എനിക്കിന്ന് വയറ് നിറച്ച് ആഹാരം കഴിച്ചേ പറ്റുള്ളൂ, നീ എന്ത് ചെയ്താലും വേണ്ടില്ല, എനിക്ക് പറ്റില്ല. ഞാനങ്ങനെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്ലാറ്റുകളിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവാത്മാവ് എന്നോട് അവിടെ ഒരു സഹോദരി, ഒരു നേഴ്സുണ്ട്, അവർ റോമൻ കത്തോലിക്കരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വീട്ടിൽ ചെല്ലാൻ ഇങ്ങനെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടായി. ഞാൻ സാധാരണ അങ്ങനെ വീടുകളിൽ ആ വീട്ടിൽ പോകാറില്ല. 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ ക്രിസ്ത്യൻസ് ആണ്. ഞാൻ അവരുടെ വീട്ടിൽ അങ്ങനെ പോകാറില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ ഒരിക്കൽ കണ്ടു, പിന്നെ കണ്ടില്ല, ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു, എനിക്ക് ഒരു ചായ തന്നു, ബിസ്ക്കറ്റ് തന്നു. അപ്പോൾ ഇവരവിടെ പട്ടിണി കിടക്കുകയാണ്. ഇവൻ കഴിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ വേദനയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ജോലി കിട്ടിയിട്ട് ഇതുവരെ ദശാംശം കൊടുത്തിട്ടില്ല, ദശാംശം അതുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖമാണ്, പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറയും. കുറച്ച് പൈസ അത് എത്രയാണെന്ന് ഇന്ന് ഞാൻ മറന്നുപോയി. ആ പൈസ എൻ്റെ കയ്യിൽ തന്നു. സത്യത്തിൽ ആ പൈസ വാങ്ങിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ആ പൈസ വാങ്ങിച്ച് പ്രാർത്ഥിച്ചു.
അതിനുശേഷം തിരിച്ചു വന്ന് ബജാറിൽ വന്ന് പച്ചക്കറി 2 കയ്യിലും നിറയെ പച്ചക്കറി അരിയൊക്കെ ആയിട്ട് ദൂരെ നിന്ന് വരുന്നുണ്ട്. വന്നപ്പം മന്ന എന്നോട് ചോദിച്ചു, CP നീ വീട്ടിൽ പോയി മോഷ്ടിച്ചോ, ആരെങ്കിലും പോക്കറ്റ് ചെയ്തോ? ഞാൻ പറഞ്ഞടാ, എൻ്റെ അപ്പം ജീവിക്കുമ്പം ഞാൻ മോഷ്ടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കരഞ്ഞാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം നമുക്ക് കരുതും എന്ന് പറഞ്ഞ് അവനെ ബലപ്പെടുത്താൻ തീർന്നു. ഞങ്ങൾ അങ്ങനെ പഞ്ചാബിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് കൊച്ചുരായുടെ പിതാവിന് സുഖമില്ലാതെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ പാലക്കാട് അട്ടപ്പാടി സെൻട്രൽ IPC ചർച്ച 2-3 ചർച്ചകൾ പാസ്റ്റേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങനെ അവർ വിളിച്ചു. എനിക്ക് പക്ഷേ നോർത്ത് ഇന്ത്യയിലെ വർക്കാണ് താല്പര്യം, അങ്ങനെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ പിതാവ് IPCയിലെ ഒരു ശുശ്രൂഷനായിരുന്നതുകൊണ്ട് അവർ എൻ്റെ പിതാവിനോട് പറഞ്ഞ് അവനെ വിട്, IPCയിൽ കയറാൻ പറ്റിയ സമയമാണ്, അതുകൊണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഫോഴ്സ് ചെയ്ത് വിളിച്ചു. ഇതിനോട് ഞങ്ങൾക്കൊരു മോളുണ്ടായി. ഇതിനോട് പഞ്ചാബിൽ ഞങ്ങൾക്കൊരു മോളുണ്ടായി. ആഷ്ലി എന്നാണ് അവളുടെ പേര്, ആഷ്ലി മരിയ റോസ്വി. ഞങ്ങൾ അച്ചു എന്ന് വിളിക്കും. ഇപ്പോൾ ജനറൽ നഴ്സിങ്ങിന് ബാംഗ്ലൂർ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ നിർബന്ധം സഹിക്കാൻ ഞങ്ങളങ്ങനെ അട്ടപ്പാടിയിൽ ചെല്ലുന്നു, പാലക്കാട് അട്ടപ്പാടിയിൽ. അന്ന് അട്ടപ്പാടിയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ദാരിദ്ര്യം പിടിച്ച സ്ഥിതിയാണ്. സാധാരണ പ്രായമുള്ളവർ പറയുമ്പോൾ എരിയട്ടിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന് പറയുന്ന രീതിയിലായിരുന്നു അട്ടപ്പാടിയിലെ ജീവിതം. അട്ടപ്പാടി ഞങ്ങൾ അവിടെ ചെന്ന് 3-6 വർഷം ഞങ്ങൾ അട്ടപ്പാടിയിൽ താമസിച്ചു. എന്നോട് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാണ് കിട്ടും. പക്ഷേ 6 വർഷം അവിടെ താമസിച്ചു. അവിടെ താമസിക്കുന്ന സമയത്താണ് ഞങ്ങൾ നെല്ലിപ്പതി, അന്ന് വിശ്വാസികളൊന്നും ആ ചർച്ചിലൊന്നും ഇല്ല. വിശ്വാസികളുള്ള ചർച്ചിലും പട്ടിണിയാണ് പാസ്റ്റർമാർ. ഞങ്ങൾ ഈ ചക്കയുടെ സമയം ചക്ക കഴിച്ച് ജീവിക്കും, മാങ്ങയുടെ സമയം മാങ്ങ കഴിച്ച് ജീവിക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിയായിരുന്നു അട്ടപ്പാടിയിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൾ നിർബന്ധിക്കാൻ തുടങ്ങി, എനിക്കും എല്ലാ സ്ഥലത്തും കുഞ്ഞു വാവ വേണ്ടി, നമുക്ക് വാവകളില്ല, എനിക്കൊരു കുഞ്ഞു വാവ വേണമെന്ന് പറയാൻ അവളെ അങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നീട് 2ാമതൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ കൊച്ചുനാളി ഗർഭിണിയാവുകയും ചെയ്തു. എന്നാൽ നെല്ലിപ്പതിയിലെ അന്നത്തെ ആ ഒരു ഭീകരാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഇപ്പോൾ 2 ഫാമിലിയേ ഉള്ളൂ. അവരാണെങ്കിൽ പാവങ്ങളാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അന്ന് സെൻറ്റർ ഞങ്ങൾക്ക് തന്നിരുന്ന സപ്പോർട്ട് ഞങ്ങളെ കട്ട് ചെയ്തു. കാരണം നെല്ലിപ്പതിയിൽ ചർച്ചിന് ബിൽഡിംഗ് ഉണ്ട്, അത് പറഞ്ഞ് അവർ ഞങ്ങളുടെ സപ്പോർട്ട് കട്ട് ചെയ്തു. പുള്ളിക്കാരത്തി ഗർഭിണിയാവുകയും ചെയ്തു. അവസാനം ആഹാരം കഴിക്കാനില്ലാതെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് CSCയിലെ ഒരു ഉപദേശിയുണ്ട്, കൊച്ചു പയ്യനാണ് പുള്ളിക്കാരൻ, ഇപ്പോൾ അച്ഛനാണ്. അന്ന് ഞങ്ങളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വരുമ്പോൾ, പക്ഷേ ഞാൻ എല്ലാ ദിവസവും പ്രവർത്തനത്തിന് പോകും. ഞാൻ ഓരോ ഗ്രാമങ്ങളിൽ അവിടെ ഓരോ മലകളിലെല്ലാം ട്രാക്റ്റുമായിട്ട് ഞാൻ ഒരു യേശുദാസൻ ഭാഷയുണ്ട്, ഞങ്ങൾ അദ്ദേഹം ഇന്ന് എറണാകുളത്ത് വാദിക്കും. ഞങ്ങൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷന് പോകും. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം ഇവിടെ കഴിക്കാനില്ലായി എനിക്ക് വിഷമിച്ച് തലയെല്ലാം കറങ്ങി ഇരിക്കുന്ന സമയത്താണ് ആ ദേവദാസൻ വരുന്നത്. CSCയിലെ ഉപദേശി ബിജീഷ് എന്നാണ് അദ്ദേഹത്തിന്. ഇന്ന് അദ്ദേഹം ഒരച്ഛനാണ്. ബിജീഷിനോട് പറഞ്ഞു, കാരണം ബിജീഷിൻ്റെ അപ്പനും അമ്മയും ഈ പെന്തക്കോസുകാരാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ അട്ടപ്പാടി വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന് തൊട്ട് ചേർന്നാണ് അവർ പാഴ്സണൽ. അവിടെ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, പക്ഷേ എൻ്റെ മോനാണ്, ഇളയ മോനാണ്, എന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സാധാരണ പോലെ അപ്പം വന്നപ്പോൾ കൊച്ചുനാളി അദ്ദേഹത്തിന് പറയും, ബിജീഷ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ പെട്ടെന്ന് പോയി ആ ചായക്കടയിൽ പോയി എന്തോ മുളക് പൊടിയോ അതുപോലെ എന്തോ വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു. എന്നാൽ അവിടെ താമസിക്കുന്ന ആ സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലും, ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ എന്നും പരിശോധിച്ചു, കൊച്ചിന് വളർച്ചയില്ല, നിങ്ങൾ ആഹാരം കഴിക്കണം, എന്തെങ്കിലും ആഹാരം കഴിക്കണം, നല്ല ആഹാരം കഴിക്കണം എന്ന് പറയും. എന്നാൽ സ്ഥിതി വഷളായി, കൊച്ചിന് അനക്കമില്ലാതെയായി, പ്രശ്നങ്ങളായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ആഹാരം കഴിക്കാൻ മാത്രം നമുക്ക് വഴിയില്ല. അതായത് കിട്ടുന്ന സ്വോത്രകാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ തീർന്നു പോകും. പിടിയേരി തിങ്കൾ ബുധനാഴ്ച ആകുമ്പോൾ തീർന്നു പോകും. അപ്പോൾ ഈ പിടിയേരി ഞങ്ങൾ കിട്ടുന്ന ഈ പിടിയേരി ഞങ്ങൾ കഴിക്കാതെ കുഞ്ഞിന് വേണ്ടി മാറ്റി വെക്കും. കൊച്ച് അവൾ തീരെ കുഞ്ഞാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കും, ഞങ്ങൾ കഴിക്കാതിരിക്കും. അങ്ങനെ പ്രത്യേക സാഹചര്യം. എവിടെയെങ്കിലും കപ്പ അത് ഈ ചക്ക കിട്ടും അത് കഴിക്കും, എവിടെയെങ്കിലും മാങ്ങ കിട്ടും, അങ്ങനെ അതൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ച് വളർച്ചയില്ല എന്ന് പറയും, കൊച്ചിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് അവസാനം ഒരു ദിവസം അഗളിയിലുള്ള ഹെൽത്ത് സെൻ്ററിൽ, അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് സ്ഥിതി മോശമാണ്, ഒന്നിലെ കുഞ്ഞും അമ്മയും നഷ്ടപ്പെട്ടതോ, നിങ്ങൾ ഏതെങ്കിലും മെഡിക്കലിൽ പെട്ടെന്ന് പോയിക്കോ, അല്ലെങ്കിൽ കുഞ്ഞിന് തള്ളയിൽ പോലും കിട്ടത്തില്ല, ആ സ്ഥിതിയിലാണ് കുഞ്ഞിൻ്റെ അവസ്ഥ
ഇതിന് അനക്കമില്ല, ഉള്ളിൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറയും. അപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ട് കുഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ഡോക്ടർ മുരളിയുടെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ മുരളിയുടെ ഹോസ്പിറ്റലിൽ അവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ പുള്ളിക്കാരി കുറച്ചുനാൾ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സെൻട്രൽ ഭാഷ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ആ സ്കൂളിൽ പോകാതെ വന്നു. അങ്ങനെയാണ് ശരിക്കും ഞങ്ങളുടെ വരുമാനം നഷ്ടപ്പെട്ടതും. അതുകൊണ്ട് അവർക്ക് ഞങ്ങളെ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ഓടി വന്ന് മുരളീധരൻ ഡോക്ടർ. അപ്പോൾ ഡോക്ടർക്ക് എന്നെ പരിചയമുണ്ട്. അപ്പോൾ ആ സ്കൂളിന്റെ മാനേജർക്ക് കൊച്ചുറാണിയെ പരിചയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഡോക്ടർ ഓടി എൻ്റെ അടുത്ത് വരുന്ന എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പാസ്റ്റർ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എൻ്റെ വൈഫ് ഇങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് സാറേ, അകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഗൈനക്കോളജിസ്റ്റ്. പുള്ളിക്കാരത്തി അകത്ത് കൊച്ചുറാണിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പുള്ളി കഥ പറഞ്ഞ് അകത്ത് കയറ്റുന്നത് ഇത് പാസ്റ്റർ വൈഫാണ്, നമ്മുടെ മുണ്ടന്മാരുടെ പാസ്റ്റർ വൈഫാണ്, നീ ചെക്ക് ചെയ്യണം, നന്നായിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, സ്ഥിതി വളരെ മോശമാണ്, ഇവർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഞ്ഞ് അകത്ത് നഷ്ടപ്പെട്ടാൽ തള്ളയും നഷ്ടപ്പെട്ട സാധ്യതയുണ്ട്. അങ്ങനെ അത് പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ എവിടുന്ന്, അന്ന് നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ തന്നെ എവിടുന്ന് മരുന്ന് വരുത്തിച്ചു. അന്ന് ഇഞ്ചക്ഷൻ 100-800 രൂപ വരെയുള്ള ഇഞ്ചക്ഷനുകളായിരുന്നു. അപ്പോൾ ഡോക്ടർ ഈ മരുന്ന് വരുത്തിച്ചിട്ട് എന്നോട് പറഞ്ഞ്, പാസ്റ്റർ എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ മെഡിക്കൽ കോളേജിൽ കോട്ടയത്തോ അല്ലെങ്കിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരുന്ന് ഉച്ചപ്പിന് ചെയ്യുന്നുണ്ട്, സാവകാശം നിങ്ങൾ പൈസ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജർ അപ്പം നോക്കുമ്പോൾ ഈ ഡോക്ടർ മരുന്ന് വേറൊരു നേഴ്സ് മഴയത്ത് മരുന്നും കൊണ്ട് ഓടി വരും. അപ്പം മാനേജർ വിളിച്ച്, നീ അവിടെ പോകാൻ മഴയത്ത് പറഞ്ഞൊരു പാസ്റ്റർ വൈഫ് കിടപ്പുണ്ട്, അവരെ കാണാം. അപ്പോൾ ഓർത്തു. അപ്പോൾ എനിക്ക് മുമ്പാണ് പ്രകാശ് പാസ്റ്റർ ഭാര്യ കിടപ്പുണ്ടായിരുന്നു. അവർക്ക് പ്രകാശിൻ്റെ ഭാര്യ പോയല്ലോ, പിന്നെ ഇത് ഭാര്യ. അങ്ങനെ പുള്ളിക്കാരത്തെ അന്വേഷിച്ച് വരുമ്പം കൊച്ചുറാണിയെ കാണണം. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്താ കൊച്ചുറാണി? ഇപ്പോൾ ഡോക്ടറോട് കയറി ചോദിച്ചു എന്താ പറ്റും, ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇതുവരെയുള്ള ബില്ല് നിങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്തോളാം. പക്ഷെ നാളെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകണം, ഹോസ്പിറ്റലിൽ പോകണം, മെഡിക്കലിൽ പോകണം. അത് ഇവിടെ നിന്ന് പോകാനുള്ള പൈസ നിങ്ങൾ കെട്ടണ്ട, അതായത് അവിടുത്തെ അന്ന് വരെയുള്ള ബില്ല് ചെയ്യേണ്ട, വണ്ടിക്കൂലിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഇവിടുത്തെ ഞങ്ങൾ വണ്ടിയിൽ ആംബുലൻസിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാം, അവിടെ നിങ്ങൾ പൊയ്ക്കോണം, അവിടെ നിന്നുള്ള പൈസ നിങ്ങൾ എടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോകും. കുറഞ്ഞ പക്ഷെ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ പാസ്റ്റർ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന്, അപ്പോൾ എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആ വണ്ടിയിൽ കയറി ഗ്രേസ് ആൻറ്റി എന്ന് പറയാം, ഗ്രേസ് ആൻറ്റി വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ കയറ്റിയിരുത്തി. ഞങ്ങൾ 3 കുഞ്ഞു വെച്ചാണ് അവളെ കയറ്റിയിരുത്തി. പോകുന്ന വഴിക്ക് ഇവിടെ എന്നോട് ചോദിച്ചു, കോയമ്പത്തൂർ എന്നിട്ട് പിന്നെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും? കോയമ്പത്തൂർ ചെന്ന് അവിടെ നിന്ന് മുൻപോട്ട് കോട്ടയത്തേക്ക് പോകാൻ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. അപ്പോൾ കൊച്ചിനാണ് ചോദിച്ചു, എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും, പൈസ ഇല്ലാതെ ഈ അവസ്ഥയിൽ കോയമ്പത്തൂർ സ്റ്റേഷനിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് കരുതുന്ന ദൈവമാണ്, നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വഴി തുറക്കും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് കോയമ്പത്തൂരുള്ള ഒരു വിശ്വാസി ഒരു നമ്പർ ഉണ്ടായിരുന്നു. അവൾ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട്, അതായത് അവൾ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് അവൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ എന്നോട് പറയുമ്പോൾ, പാസ്റ്റർ എന്ന് കോയമ്പത്തൂർ വന്നാലും ഞങ്ങളെ വിളിക്കണം, ആൻറ്റിയെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഗർഭിണിയാന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പോരുന്ന വഴിക്ക് ആ സഹോദരിയെ വിളിച്ചിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉടനെ പുള്ളിക്കാരത്തി പറയും, പാസ്റ്റർ കോയമ്പത്തൂർ നിങ്ങൾ ആൻറ്റിയെ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് ഗാന്ധിപുരം സ്റ്റാൻഡിൽ വരണം, എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ, എനിക്ക് ആൻറ്റിയെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്ക് പോകാൻ പറ്റില്ല, പാസ്റ്റർ എന്ത് പറഞ്ഞാലും എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരത്തി അവിടെ ഇരുത്തിയിട്ട് ഗാന്ധിപുരം സ്റ്റാൻഡിൽ ചെന്നു. സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ആ സഹോദരി എനിക്കൊരു 2000 രൂപ എൻ്റെ കയ്യിൽ തന്നു. പാസ്റ്റർ മാസാവസാനമാണ്, ഉണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇതേ ഉള്ളൂ, വണ്ടിക്കൂലിക്കെങ്കിലും ആകുമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നു. ഞാൻ ആ പൈസയ്ക്കാണ് ഞങ്ങൾ നാട്ടിൽ വന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി. എന്നാൽ ആ ഒരു പ്രസവത്തോടെ ആ കുഞ്ഞ് കൊച്ചിനാണിക്ക് സംഭവിച്ചില്ല, ദൈവം സഹായിച്ചു. മെഡിക്കലിൽ അഡ്മിറ്റ് ആക്കി. അവിടെ 45 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. കാരണം അവിടെ വെച്ച് മാങ്ങയൊക്കെ ഇഷ്ടംപോലെ മാങ്ങയെല്ലാം കഴിക്കാനുള്ളൂ, അത് കഴിച്ച് അങ്ങനെ ഷുഗർ കൂടി 400-600 ഷുഗറായി. അങ്ങനെ അവിടെ കിടന്ന് എൻ്റെ ഷുഗർ കുറയുന്നത് വരെ അവിടെ കിടന്നിട്ട് അവർ പെട്ടെന്ന് പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകല്ലേ എത്തുന്നു. അങ്ങനെ അവിടുന്ന് പിന്നീട് ഞങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും നോർത്തിലേക്ക് പോകുന്നു, ബംഗാളിൽ പോകുന്നു. ബംഗാളിൽ നിന്ന്
ബീഹാറിൽ വരുന്നു. ബീഹാറിൽ ഇപ്പൊ ഞങ്ങൾ ആയിരിക്കും സ്ഥലത്തിന് 12 വർഷം ഞങ്ങൾ അവിടെ ആയി. 12 വർഷം, അതായത് ബംഗാളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പാസ്റ്റർ മാമൻ ജോസഫിന്റെ കൂടെയാണ്. പെനിയൽ ഗോസ്പൽ ടീം എന്ന് പറയുന്ന സംഘടനയുടെ കൂടെ. അപ്പൊ നല്ല സംഘടനയാണ്, നല്ല പ്രവർത്തനങ്ങളാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനവിടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കും, അതുപോലെ തന്നെ ചർച്ച നടത്തണം. പിന്നെ ഈ ക്യാമ്പസാണ്, ക്യാമ്പസിൽ വർക്കും കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടാണ്. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാൻ ബുദ്ധിമുട്ടെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ആൻറ്റി നല്ലൊരു ആൻറ്റിയാണ്. ഞങ്ങളുടെ വലിയ കാര്യമായിരുന്നു, ഞങ്ങളുടെ വളരെ സ്നേഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വർക്ക്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉള്ളിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദൈവം എടുക്കുന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബീഹാറിലേക്ക് വരേണ്ടതായിട്ടുള്ളൂ. ബീഹാറിൽ വന്നു ഏതാണ്ട് 12 വർഷം ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ മാമച്ചൻ സാറ് പറയുമായിരുന്നു, പാഷ നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ബീഹാറിൽ പോകുന്നത്? അത് വളരെ ടഫായിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരിക്കലും ഞാൻ ഏതാണ്ട് 25 പേരെ സ്നാനപ്പെടുത്താനായിട്ട് അവിടെ പോയിട്ട് രാത്രി 2 പേരെ സ്നാനപ്പെടുത്തിയിട്ട് സൈക്കിളിൻ്റെ പുറകിലിരുന്ന് ബീഹാർ ബോർഡർ കടത്തി എന്നെ അവർ കൈകൊണ്ടും ഒരു ഷർട്ടും തലയിൽ തുണിയൊക്കെ കെട്ടിയിട്ട് എന്നെ അവർ വിളിച്ചു കടത്തുന്ന പോലെ എന്നെ കടത്തിവിട്ട സ്ഥലമാണ്. ബീഹാർ ഈസ് വെരി ടഫ് എന്നോട് പറഞ്ഞു. പക്ഷേ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ദർശനം തന്നു. ആ ദർശനത്തിനനുസരിച്ചാണ് ഞങ്ങൾ ബീഹാറിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, ഫിനാൻഷ്യൽ സപ്പോർട്ടില്ല, മറ്റു യാതൊരു സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല, തരാൻ ആരുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കഷ്ടതയിൽ പ്രയാസത്തിൽ, കാരണം ഒരു റൂം വാടക എടുക്കാൻ കഴിയാതെ ഒരു വീടിൻ്റെ ഇങ്ങനെ സ്റ്റെയർ കേസിനോട് ചേർന്ന് ചെറിയൊരു മുറി പോലൊരു സാധനം, അതിന് കതകോ ഡോറില്ല, ജനലില്ല, ടോയ്ലറ്റ് ഇല്ല, ഒന്നുമില്ല, വാടകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ ഇവിടെ താമസിച്ചു എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ റൂമെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ താമസിക്കുന്ന പോലെ അതിനകത്ത് ഞങ്ങൾ അങ്ങനെ താമസിച്ചിരിക്കുന്ന സമയത്താണ് കൊച്ചി സ്കൂളിൽ പോകുന്ന അവൾ ബംഗാളിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശാരം വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഒരു ദിവസം ഇവിടെ എന്നോട് പറഞ്ഞു, ചേട്ടാ കൊച്ചു സ്കൂളിൽ പോകാൻ ഒക്കെ മടിയാണ്. ഞാൻ എന്താണ് പറഞ്ഞ, അവളുടെ അണ്ടർവെയറൊക്കെ ചെറുതായിപ്പോയി ഇട്ട് കഴിയുമ്പോൾ അതിന് വേദനയാണ്, ഇടാൻ പറ്റത്തില്ല. നമുക്കറിയാം ബീഹാറിലെ ഫുട്പാത്തിൽ 15 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനമാണത്. പക്ഷെ ഞങ്ങൾ 3 ദിവസം അതിനുവേണ്ടി ഉപവസിച്ചു. ഞങ്ങൾ 3 ദിവസം ആ ഒരു സാധനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. 3-ാമത്തെ ദിവസം ഒരു പാസ്റ്റർ എന്നോട് ഇങ്ങനെ, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, എന്നെ അദ്ദേഹത്തിനും അറിയില്ല, എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാമോ, ഇങ്ങനെ ഞങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടിട്ടാണ് ഞാൻ ഈ ബീഹാറിൽ വന്നത്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷകരെയാണെന്ന് പാസ്റ്റർക്ക് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ എനിക്ക് എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും, കാരണം ഞാൻ സപ്പോർട്ടില്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ വാടകയ്ക്ക് പൈസ തരാം. അങ്ങനെ അദ്ദേഹം 5000 രൂപ എനിക്ക് ഏകദേശം 1-2 വർഷത്തോളം തന്നുകൊണ്ട്, അത് പാസ്റ്റർക്ക് ജേക്കബ് നേനാൻ എന്ന് പറയും. അദ്ദേഹം എറണാകുളത്താണ്, അദ്ദേഹം പാസ്റ്റർ ചർച്ച് YMCയിലായിരുന്നു അദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. പാസ്റ്റർ ജേക്കബ് നേനാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ ഒരു ആത്മീയ പിതാവ് പോലെയാണ്. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ആദ്യം കൈത്താങ്ങൽ തരുന്നത്. അന്ന് 3500 രൂപ ആണ് വീട്, 3000 രൂപയുടെ വീടെടുത്തു. വീട് വാടകയ്ക്ക് എടുക്കാൻ ചെന്നപ്പോൾ ആ വീട്ടുടെ എന്നോട് പറഞ്ഞു 5000 രൂപ വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ 5000 ചോദിച്ചു, 6000 ചോദിച്ചു, എനിക്കാകെ 3000 രൂപ തരാൻ, നിങ്ങൾക്ക് പട്ടികയ്ക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു മലയാളിയല്ലേ, നിങ്ങളെ അതൊരു റെയിൽവേയിലെ ഒരു എന്താ പറയുക ചെക്കറാണ്, റെയിൽവേയിലെ എന്താ പറയുക TTR ആണ്. അപ്പോൾ ആ TTR അദ്ദേഹം പറഞ്ഞു, ഞാൻ പൈസയുടെ പ്രശ്നമല്ല സാറേ, ഞങ്ങൾ പുള്ളിയുടെ വൈഫ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വിശ്വസ്തരായ ഒരാളെ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരല്ലേ, അവിടെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങളെ അതിലുള്ള തന്നാൽ മതി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ പൈസ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ആദ്യം പാസ്റ്റർ 3000 രൂപ തന്നത്, ആ പൈസ കൊടുത്ത് ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചിരുന്നു. വീണ്ടും പാസ്റ്റർ 2-3 മാസം കഴിഞ്ഞപ്പോൾ 5000 രൂപ ആക്കി തന്നു. പിന്നീട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ വളരെ വിശാലതയിലേക്ക് ഇപ്പോൾ കർത്താവ് കൊണ്ടുവന്നു. ഏതാണ്ട് ഈ 12 വർഷത്തിനുള്ളിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ജമ്മുയി എന്ന് പറയുന്ന സ്ഥലത്താണ് ബീഹാറിൽ. അവിടെ 200-ലധികം ആൾക്കാരെ സ്നാനപ്പെടുത്താനായിട്ട് ദൈവം അവസരം തന്നു. ഒരിക്കലും ആദ്യം ചർച്ചിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് വാടക കൊടുക്കാനായിട്ട് അന്ന് അത് കഴിഞ്ഞ് പാസ്റ്റർ ഈ ജേക്കബ് നാനാൻ പാസ്റ്ററിന്റെ അദ്ദേഹത്തിനൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അദ്ദേഹം പോലെ പാസ്റ്റർ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിന് രോഗമായി, ക്യാൻസറായി, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് അദ്ദേഹം ചർച്ച് വേറൊരാളെ ഏൽപ്പിച്ച് ആൾ ചർച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ അദ്ദേഹത്തിന് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നു. എങ്കിലും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒക്കെ അദ്ദേഹം കൂടി നമ്മളെ കരുതുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വീണ്ടും എത്തിച്ചേരാനിടയായി തീർന്നു. അവിടെ നിന്ന് പിന്നീട്
പ്രവർത്തനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പ്രാർത്ഥന നടത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. ഞങ്ങളൊരു വീട് റൂമില്ല. അപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ട് പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞ്, പ്രാർത്ഥനയല്ലേ, ഇവിടെ ഒരു സർക്കാർ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്, അത് വെറുതെ തുറന്നു കൊടുക്കുക, അതിന് ജനൽ ഇതൊന്നുമില്ല, ആൾക്കാരിങ്ങനെ പോയി കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അവിടെ, അതിനകത്ത് പശുവിനെ കെട്ടുന്നതാണ് അവിടെ ഗ്രാമത്തിലുള്ള ആൾക്കാർ. നല്ലൊരു ഓഡിറ്റോറിയം, വലിയൊരു ഓഡിറ്റോറിയം, അതിൻ്റെ കഥകളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി, ജനലൊക്കെ ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയി, അങ്ങനെ തുറന്നു കിടക്കുന്നു. അങ്ങനെ പറഞ്ഞൊരു പോലെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥന തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കാർ കൂടി, പ്രശ്നമായി, ഗവൺമെൻറ് കേസ് കൊടുക്കും, ഭയങ്കര വിഷയം, ആൾക്കാർ കൂടി. എന്നെ ആ സ്ഥലം കാണിച്ചത് മനുഷ്യനെ ഞാൻ ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. അവസാനം ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. വിളിച്ച് അവസാനം അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല, വിളിച്ച് അവസാനം അയാൾ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, ഒരു വിധത്തിൽ ആ കൂടി വന്ന ആൾക്കാരെല്ലാം പിരിഞ്ഞുപോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളൊരു റൂം എനിക്ക് എടുത്തു തരണം, അത് പ്രാർത്ഥനയ്ക്കാണെന്ന് പറഞ്ഞെടുക്കണം, കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകരുത്. അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും റൂം കിട്ടുന്നില്ല. പക്ഷെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന് ജസ്റ്റ് ഇഷ്ടിക കെട്ടി മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 6-7 റൂമുണ്ട്, 4-5 റൂം താഴെയുണ്ട്. പക്ഷെ ഒറ്റ റൂമിനകത്തും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, കഥയില്ല, ജനലില്ല, ഒന്നുമില്ല. അതിനകത്ത് എല്ലാവരും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ പല റൂമുകൾക്കകത്ത് പശുവിനെ കെട്ടിയിരിക്കുന്നു, കുറച്ച് ആൾക്കാർ കുറച്ച് റൂമുകൾക്കകത്ത് വൈക്കോല് കൂട്ടിയിരിക്കുന്നു, പിന്നെ വിറക് കൂട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബിൽഡിംഗ്. പക്ഷെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ്, അതങ്ങനെ നശിച്ചു കിടക്കുകയാണ്. അപ്പം ആ ബിൽഡിങ്ങിന്റെ ഓണർ അടുത്ത് ചെയ്യുന്നു. അയാൾ പറഞ്ഞ്, ഒരു ചെറിയ റൂമാണ്, അത് എന്ന് പറഞ്ഞ് ഈ റൂമിന് 500 രൂപ തരുവാണെങ്കിൽ ഈ റൂം ഞാൻ തരാം. അപ്പം അതിനകത്ത് പശു ഉണ്ട്, അതിനകത്ത് ചാണകം ഇതൊക്കെ ഞങ്ങൾ, അപ്പോൾ ഈ നെല്ലൊക്കെ കിളുത്ത് നിൽക്കുന്നുണ്ട്, ഈ വൈക്കോല് കൊണ്ട് കൂട്ടിയല്ലേ. അപ്പം ഇതെല്ലാം പറിച്ച് ക്ലിയർ ആയിട്ട് വൃത്തിയാക്കി തരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച നിങ്ങൾ വരുമ്പം വൃത്തിയാക്കിയിടാം, എനിക്ക് 500 രൂപ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ആഴ്ച 4 പായൊക്കെ മേടിച്ച് ആ ദേശത്ത് ചെല്ലുന്നു. അപ്പം അവിടെ അങ്ങനെ വിശ്വാസികളോ ക്രിസ്ത്യാനികളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരാളാകുമ്പോൾ ക്രിസ്ത്യാനികളാണ് എന്ന് വിചാരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വരുന്നത്. ഞാൻ എന്താണ് കാണിക്കുന്നത് അറിയാം. പക്ഷെ അവിടെ ഒരു സഹോദരൻ, അദ്ദേഹം ഈ റേഡിയോയിൽ സുവിശേഷം കേട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സഹോദരി മാനസിക രോഗിയാണ്. അവിടെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പെൺകൊച്ചാണ്, 23-24 വയസ്സ് കാണും. 21 വയസ്സാണെന്ന് അവർ പറഞ്ഞത്. അപ്പൊ അവര് മാനസിക രോഗിയാണ് ഈ പെൺകൊച്ച്. അപ്പൊ അതിനെയും കൂട്ടിക്കൊണ്ട്, അതിന് അമ്മായിയമ്മയും കൂട്ടിക്കൊണ്ട് ഈ സഹോദരൻ പറഞ്ഞ അവിടെ പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്, നമ്മൾ കൊണ്ടുവന്നാൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യമാകും, നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം ഇതിനെ കൈയും കാലൊക്കെ കെട്ടി ഞങ്ങൾ പ്രാർത്ഥന നടത്തി ഈ റൂമിൽ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഈ 4 പായേ ഉള്ളൂ. അപ്പൊ ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ടേബിളില്ല, ഒന്നുമില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒറ്റ വിശ്വാസികളും ഇല്ല. ഞാൻ എഴുന്നേറ്റ് നമ്മൾ സാധാരണ പ്രാർത്ഥന നടത്തും പോലെ സങ്കീർത്തനം, ഞാനും വൈഫും കൊച്ചുള്ളൂ, ഇവർ പാട്ട് പാടും, ഞാൻ ഇവള് തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ സഹോദരിയെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇവള് അസ്വസ്ഥത കാണിക്കുക, എൻ്റെ ബൈബിൾ എടുത്ത് തലയിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശാന്തമായിട്ടിരിക്കണമെന്ന് പറയാൻ കുഞ്ഞു അവിടെ പോയി ശാന്തമായിട്ടിരുന്നു. അതിനുശേഷം ഈ സങ്കീർത്തന ഞാൻ ഒരു ചെറിയൊരു മെസ്സേജ് പറഞ്ഞു. കാരണം ഈ പെണ്ണിനെയും കൊണ്ടുവന്നു, ഞങ്ങൾ വന്നു. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ, ഗ്രാമത്തിലെ ആൾക്കാർ കംപ്ലീറ്റ് ആ റൂം നിറച്ച് ആൾക്കാർ വന്നുകൂടെ. ഇതെന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് അറിയാൻ. അങ്ങനെ ഞങ്ങൾ അന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഏതാണ് ഈ പെണ്ണ്, ഏതാണ് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അതിൻ്റെ അമ്മായിമ്മ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അതിൻ്റെ ഭാര്യയാണ്. 6-7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 21 വയസ്സേ ഉള്ളൂ, പക്ഷെ 6-7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരും ഇല്ല, അതിന് മാനസിക രോഗമാണ്. ഞങ്ങൾ ഒത്തിരി മരുന്ന് ചെയ്തു, ഒത്തിരി അമ്പലങ്ങളിൽ കൊണ്ടുപോയി, ആടിനെ കണ്ടിച്ചു, കോഴിയെ കണ്ടിച്ചു, ഒന്നും ചെയ്തിട്ടും മാറുന്നില്ല. അപ്പോഴാണ് ഈ ബബിള് സഹോദരൻ ബബിള് പറയുന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വന്ന് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് അങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മന്ത്രവാദവും കാര്യമൊന്നും അറിയില്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട്, ആ കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ, യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ വിശ്വാസം സൗഖ്യമാവും. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓൺ ദ സ്പോട്ടിൽ അവൾ സൗഖ്യമായി. പിന്നീട് അവൾ നടന്നാണ് പോയത്. അവളെ കൈ കാലം കെട്ടി ഒരു കളവണ്ടി, ഒരു പിടിവണ്ടി പോലെ സാധനത്തിൽ കെട്ടിക്കൊണ്ടാണ് വന്നത്. റേഡേന്നാണ് അവർ പറയുന്നത്, അവിടെ അതിൽ കെട്ടിക്കൊണ്ടാണ്. എന്നാൽ പിന്നെ അവൾ നടന്നു പോയി പിറ്റേ ആഴ്ച കുളിച്ച് വൃത്തിയായി ആരാധനയ്ക്ക് വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി. അവിടെ പിന്നീട് അനേക രോഗികൾ
ക്യാൻസർ പേഷ്യൻസ്, ഞാൻ 3 മാനസിക രോഗികൾ അതിനുശേഷം വീണ്ടും വന്നു. അതെല്ലാം ദൈവം അവിടെ സൗഖ്യം തന്നു. അപ്പോൾ 1 വർഷം ആയപ്പോഴത്തേക്ക് പിന്നീട് 19 പേരെ ആ വർഷം എനിക്ക് സ്നാനപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ 19 പേരെ 20 പേരെ ഒക്കെ സ്നാനപ്പെടുത്തുമായിരുന്നു. ഒരിക്കലും 2-3 വർഷം മുമ്പ് കൊറോണ കഴിഞ്ഞതിന് ശേഷം 40 പേരെ ഒരുമിച്ച് നദിയിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്താൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ 43 പേര് അങ്ങനെ സ്നാനം കഴിച്ചു. പക്ഷെ ഈ ചർച്ച് വളരുന്നു, ആൾക്കാർ കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളായി. അപ്പൊ ആദ്യം ഒരു 10-25 ചെറുപ്പക്കാർ എൻ്റെ ഒരു പ്രാർത്ഥന കയറി വന്നിട്ട് എന്താണ് പ്രശ്നം, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ കർത്താവെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കർത്താവ് എന്നെ സഹായിക്കണം. അങ്ങനെ ആരാധന കഴിഞ്ഞ് അവരോട് സംസാരിച്ചു. അവർ പക്ഷേ ഞാൻ സംസാരിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ തിരിച്ചുപോയി. അതിനുശേഷം വീണ്ടും ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് 3 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരെല്ലാം വന്നിരിക്കും. 3 ദിവസം നമ്മുടെ ആ റൂമിനകത്ത് ഇവർ പുറത്തിറങ്ങില്ല, നമ്മൾ പറയാതെ വെള്ളം കുടിക്കത്തില്ല. ആ രീതിയിലാണ് അവിടുത്തെ ഉപവാസ പ്രാർത്ഥനകൾ. അവർ പല്ല് തേക്കാനായിട്ട് കുറച്ച് കമ്പുകളും അതുപോലെ ടോയ്ലറ്റിൽ പോകാനുള്ള മൊന്ത പോലെ സാധനം ലോട്ട അതുമായിട്ട് വരും. ഒരു സന്ധിക്കകത്ത് പുതയ്ക്കാനുള്ള തുണി എല്ലാം ആയിട്ട് വന്ന് ആ റൂമിനകത്ത് ഇരുന്നാൽ പിന്നെ 3 ദിവസം കഴിയാതെ പുറത്തിറങ്ങില്ല. 3-ാമത്തെ ദിവസം ഞങ്ങൾ സ്നാനം കാണും. സ്നാനം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെറിയ രീതിയിൽ ആഹാരം ഉണ്ടാകാൻ കഴിക്കും, അങ്ങനെ തിരിച്ചു പോകും. അങ്ങനെയാണ് ഈ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന കഴിയുന്നത്. അപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വീട് വളഞ്ഞു, എന്നെ അടിക്കും, തല്ലിക്കൊന്ന് കനാലിലിടും എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പം അന്ന് ഇഷ്ടംപോലെ വിശ്വാസികളുണ്ടായിരുന്നു, ചെറുപ്പക്കാർ. അവർ പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ആ പ്രശ്നം എന്തോ കശപിശുണ്ട്, അങ്ങനെ അവർ വന്നവർ തിരിച്ചു പോയി. എന്നിട്ട് 3 ദിവസത്തോളം എന്നെ റൂമിനകത്ത് വിശ്വാസികൾ സംരക്ഷിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം കുറേ നാളത്തേക്ക് യാതൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് 200-ലധികം 250ഓളം ആൾക്കാരെ നമ്മൾ സ്ഥാനപ്പെടുത്തി. 300-ഓളം ആൾക്കാർ വിശ്വാസികളായി. 5 സ്ഥലത്ത് ആരാധനകൾ തുടങ്ങി. 5 സ്ഥലത്തും ആരാധന ഞാൻ തന്നെയാണ് നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ ഒരു സ്ഥലത്ത്, ഉച്ചകഴിഞ്ഞ് വേറെ സ്ഥലത്ത്, വെള്ളിയാഴ്ച രാവിലെ ഒരു സ്ഥലത്ത്, ഉച്ചകഴിഞ്ഞ് വേറെ സ്ഥലത്ത്, തിങ്കളാഴ്ച ഒരു സ്ഥലത്ത്, അങ്ങനെ ആരാധനകൾ തുടങ്ങി. അപ്പൊ എനിക്ക് ആദ്യം റൂം വാടകയ്ക്ക് എടുത്തതെന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹമാണ് ആ ഗ്രാമത്തിലെ ആകെ ഒരു ഡിഗ്രിക്കാരൻ, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തിൽ അദ്ദേഹം കടന്നു വന്നു. ഞാൻ ആദ്യം സ്നാനപ്പെടുത്തിയത് ആ മനുഷ്യനെയാണ്. അനു എന്നാണ് അദ്ദേഹത്തിന്, അനു താത്തി. അതിനുശേഷം അദ്ദേഹം ഞാൻ എങ്ങനെയാണ് ചർച്ച നടത്തേണ്ടത്, എൻ്റെ ഒരു കുറച്ച് പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ പഠിപ്പിച്ചു, ശുശ്രൂഷ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ, ഞങ്ങൾ വർക്ക് ചെയ്ത് നടത്തുന്ന ഒരു 15 കിലോമീറ്റർ ദൂരെ, അവിടെ എനിക്കൊരു സ്ഥലത്ത് 10-60ഓളം വിശ്വാസികളുണ്ടായിരുന്നു. അവിടെ ആ വിശ്വാസികൾക്ക് ദൂരെ വരാതിരിക്കാനായിട്ട് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ഞാൻ ആക്കി, റൂമോട് വാടകയ്ക്ക് എടുത്ത് കൊടുത്താക്കി അവിടെ അങ്ങനെ ശുശ്രൂഷ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോഴും 150-150 വിശ്വാസികളുണ്ട്. നല്ലൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ വേറൊരു മലയാളി ബ്രദർ വന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ നമ്മുടെ മറ്റൊരു സ്ഥലത്ത് 10-20 കിലോമീറ്റർ ദൂരെ വേറൊരു സ്ഥലത്ത് ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. അവിടെ അധികം വിശ്വാസികളായിരിക്കും. ഈ സഹോദരനെ അവിടെ കൊണ്ടാക്കി ഒരു മലയാളിയാണ്, അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ തുടങ്ങിയ 5 സ്ഥലത്തും പ്രാർത്ഥനകൾ നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ മാർച്ച് 13-ാം തീയതി ആരാധനയ്ക്കിടയിൽ ഒരു 6-7 പേര് ചർച്ചിനകത്തേക്ക് കടന്നു വന്നു. എന്നോട് ചോദിച്ചാൽ എന്താണ് ചെയ്യുന്നത്. അപ്പൊ ചർച്ച എന്ന് പറയുന്നത് വാടകക്കാണ്, വീടുകളാണ് പ്രാർത്ഥനകൾ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥന എന്ന് ചോദിച്ചു. അകത്ത് കയറി വന്നു, എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുക, എൻ്റെ കൈ ലാസ്റ്റ് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. പുറത്തേക്ക് കൊണ്ടുപോയാണ്ട് 10-30ഓളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചുറാണി പുറകെ ഇറങ്ങി വന്നു. അപ്പൊ നമ്മള് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു സഹോദരനെ ബൈബിൾ ട്രെയിനിങ് ചെയ്യിച്ചിട്ട് നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം എന്നെ ശുശ്രൂഷയ്ക്ക് ഹെൽപ്പ് ചെയ്ത്, പാട്ട് പാടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സഹോദരൻ അദ്ദേഹം ഇറങ്ങി വന്നു. ഞങ്ങളെ 3 പേരെ ഇവർ റൗണ്ട് ചെയ്തു. അതിനുശേഷം എന്നോട് ചോദിക്കുന്നത്, നീ പൈസ കൊടുത്താണ് ഇവരെ മതപരിവർത്തനം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്താണ് നീ മതപരിവർത്തനം ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞു. വിശ്വാസികൾ പറയാൻ വെളിയിൽ നിന്ന് വിളിച്ചു പറയാൻ നോക്കി. ഞങ്ങൾക്ക് പൈസ തന്നിട്ടല്ല, ഞങ്ങളെ മതപരിവർത്തനം ചെയ്യിച്ചതല്ല. ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസ് ആയിരുന്നു, ഞങ്ങൾ മാനസിക രോഗികളായിരുന്നു. പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം തന്നു. ഞങ്ങൾക്ക് കടഭാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം വഴി തുറന്നു, ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ദൈവത്തെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവരെന്നെ അടിക്കാൻ തുടങ്ങി. നീ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ആൾക്കാരെ ഇതുപോലെ പറയുന്നത്. അങ്ങനെ അവരെന്നെ അടിക്കാൻ തുടങ്ങി. അടിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെയുള്ള സഹോദരനെ അടിക്കാൻ തുടങ്ങിയ സമയത്ത് അതിന് കൂടുതലുള്ള നേതാവ് അവനിങ്ങനെ ഒരാളെ ഫോൺ വിളിച്ചു. അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത്, ഞങ്ങൾ ഈ ആരാധന നടക്കുന്നിടത്ത് 1 കിലോമീറ്റർ
1.25 കിലോമീറ്റർ ചെന്നാൽ വലിയൊരു സിറ്റിയാണ്. സിറ്റിയിൽ ഒരു വലിയൊരു അമ്പലമുണ്ട്. അവിടെയാണ് ഇവർ എപ്പോഴും കൂടിയിരിക്കുന്നത്. ഞങ്ങളോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ മതവിലോപനം ചെയ്തവരെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ വെച്ച് കൊന്നാക്കട്ടെ അതോ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ 30 പേരെ വേണമെങ്കിൽ ഒത്തിരി പേരെ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഫോൺ വിളിക്കുന്നതിൽ ചിലർ പറയുന്നു അവിടെ നിൽക്കി ഞങ്ങളും കൂടെ വരട്ടെ. ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടി. ഈ വന്നവർ 100-300 അടുത്ത ആൾക്കാർ, ആ ഗ്രാമത്തിലെ ആൾക്കാർ വിളിച്ചു കൂട്ടിയതെല്ലാമായി ഞങ്ങളെ വളഞ്ഞ് ഏതാണ്ട് ആൾക്കാർ വരാൻ വേണ്ടി 1.25 മണിക്കൂറോളം അവരതിനെ വഴിയിട്ട് ഞങ്ങളെ അടിച്ചു. ഞങ്ങളുടെ വൈഫിനോട് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ ഒത്തിരി ചീത്ത വിളിച്ചു. ഞങ്ങളോട് പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അടിച്ചു തരുന്നതാണ്. അങ്ങനെ അടിച്ചു. അത് ഓടി ചാടി വന്ന് മുട്ട് വെച്ച് കാലിയുടെ പുറത്തിലടിക്കും, തലക്കെട്ടിടിക്കും, മുഖത്തടിക്കും, തലക്കെട്ട് അടിക്കുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അടിച്ച് നമ്മൾ വീഴുമ്പോൾ വീണ്ടും പിടിച്ച് പൊക്കിയിട്ടടിക്കും. അങ്ങനെ അടിച്ച് 1.5 മണിക്കൂറോളം ആ ഗ്രാമത്തിനകത്തിട്ട്, അന്ന് മഴയുണ്ടായിരുന്ന വിശ്വാസം അത് കുറവായിരുന്നു. ചവിട്ടി അടിച്ചു തൊഴിച്ചു. അങ്ങനെ അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ഉപദ്രവങ്ങളും അവർ ചെയ്തു. അതുകൊണ്ട് അവർ അടി തുടങ്ങുമ്പോൾ അവരോട് ചലഞ്ച് ചെയ്തു, നിന്റെ ദൈവം വലിയ ദൈവമാണെന്നല്ലേ നീ പറയുന്നത്, ഞങ്ങൾ നിന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്, നിന്റെ ദൈവത്തെ രക്ഷിക്കുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് ഇവർ അടിക്കുന്നത്. 3 പ്രാവശ്യം അവരങ്ങനെ ചലഞ്ച് ചെയ്തു. അതിനുശേഷം അവരിങ്ങനെ എന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് ഒരു ഹൈവേയിലെത്തി. ഹൈവേയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും കൂടി. ഈ പോകുന്ന വഴിക്കെല്ലാം ഇവർ അടിക്കുന്നുണ്ട്. അടിക്കുന്ന സമയത്ത് ഒരടി എൻ്റെ കഴുത്തിന് പെടലിക്ക് അടി കെട്ടി കഴിഞ്ഞപ്പോൾ കരണ്ടടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ എൻ്റെ പിന്നീട് എനിക്ക് ശരീരത്തിന് വേദനയില്ലായിരുന്നു. പിന്നെ ഒരിക്കലും അടിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ഒന്നും കാണാൻ, ഇപ്പോഴും എനിക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, കണ്ണ് കാണാൻ പാടില്ലാതെ ഇരുട്ടായി. അങ്ങനെ അല്പം കഴിഞ്ഞ വീണ്ടും അത് ശരിയായി. അങ്ങനെ അവർ ഉപദ്രവിക്കുന്ന രീതിയിൽ ഉപദ്രവിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് കഷ്ടം ചെന്നാൽ അവർ ഞങ്ങളെ കൊല്ലാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന അമ്പലത്തിൽ അവിടെ ചെന്നാൽ ഞങ്ങളെ കൊന്നു കഴിയും. എന്നാൽ അവർ അത്രയും ഒരു 3/4 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്, വാട്ടർ സർവീസ് സെൻ്റർ. അപ്പോൾ എനിക്ക് എൻ്റെ വായെല്ലാം ഉണങ്ങി ശരീരമെല്ലാം ഡ്രൈ അപ്പായി നടക്കാൻ പാടില്ലാതെയായി. പുറകോട്ട് വീഴുമ്പോൾ അവർ മുമ്പോട്ട് ചവിട്ടി തള്ളും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരുത്തിന് എന്തോ ഒരു പന്തികൾ തോന്നി. അവൻ പെട്ടെന്ന് ഒരു പഴയ ബോട്ടിൽ വെള്ളത്തിൻ്റെ കുപ്പി എടുത്തിട്ട് ആ സർവീസ് സെൻ്റർ, വണ്ടി കഴിയുന്ന സർവീസ് സെൻ്ററാണ്, അവിടെ നിന്ന് അവരോട് പോയി വെള്ളം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് 3 പേർ കുടിക്കാൻ തന്നു. അവിടെ നിന്ന് പോരുത്. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു സ്ഥലം ഒരു ഹനുമാന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി ഞങ്ങളെ 3 പേരെ കമത്തി കിടത്തി. അവിടെ നിന്ന് വീണ്ടും ഞങ്ങളെ വലിച്ചു പൊക്കി വീണ്ടും അമ്പലത്തിനങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ആ കൂടെയുള്ള ഒരുവൻ അന്നേരം വന്നവനാണ്. അവൻ ഓടി വന്ന് എൻ്റെ മുഖത്തൊരൊറ്റ അടിയാണ് അടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അഭി തുമ്പ ജയിൽ മേ സടാ ദൂങ്ക എന്ന് പറഞ്ഞിട്ട് അവനാണ് പോലീസിനെ വിളിക്കുന്നത്. പോലീസ് വരുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ ചോര ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ ഇവർ പെട്ടെന്ന് റോഡിൽ കിടന്നൊരു വെട്ടുകഷ്ണം പോലെ തുണികൊണ്ടതിൻ്റെ വായിൽ മുഖത്തൊക്കെ ഉണ്ടായിരുന്ന ചോര. അന്ന് മഴയുണ്ടായിരുന്നു, നനഞ്ഞു കിടക്കുന്ന ആ വൃത്തിയുടെ സാധനം മുഖമൊക്കെ തുടച്ചവന്മാർ. അതിനുശേഷം പോലീസ് വന്ന് എന്നോട് ചോദിച്ച് നിങ്ങളെ അടിച്ചോ? ഞാൻ പോയി ബാത്റൂം സാർ കുഴപ്പമില്ലാതെ പറഞ്ഞു. അപ്പം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ഈ ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏതൊരു മതം വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ 250-300 ആൾക്കാരില്ലേ, അവർ ആക്രോശിച്ച് വീണ്ടും ഞങ്ങളുടെ മേൽ ആക്രമിക്കാനായിട്ട് തുടങ്ങി, ബലം പിടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ പോലീസുകാരൻ പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഒരു പോലീസ് വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സേഫായിട്ട് ഞങ്ങളെ ഇരുത്തിന് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് അവരോട് എന്താണ് സംസാരിക്കാൻ നിലത്തില്ല. ഏകദേശം 1.25 മണിക്കൂറോളം അവരോട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളെ വണ്ടിക്കകത്ത് വീണ്ടും പുറത്തിറക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാറേ പൊക്കോളാം. എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞു, ബൈക്കിലാണ് വന്നത്. അപ്പോൾ ആ ബൈക്ക് എവിടെയാണ്? പറഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത്. എന്നോട് ചോദിച്ചു ബൈക്ക്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ബൈക്ക് ഞങ്ങൾ കത്തിച്ച് കളഞ്ഞു, നമ്മൾ തോട് ചെയ്യാം. അപ്പോൾ കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ചാവി എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആ പ്രാർത്ഥന നടക്കുന്ന ചെറിയ ബാഗുണ്ട്, അതിനകത്ത് ചാവിയുണ്ട്. അപ്പോൾ അവർ പോയി ആ ചാവി എടുത്തുകൊണ്ട് ബൈക്കിൽ കൊടുത്ത് വണ്ടുമ്പോൾ എനിക്ക് എൻ്റെ ഈ കൈ അനങ്ങില്ലായിരുന്നു, പല ഇടത് കൈ പൊക്കാനോ അനക്കാനോ കഴിയില്ലായിരുന്നു. ഇവിടെ ഇടിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഈ ജോയിൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ആ വണ്ടിയിൽ ഒരു വിധത്തിൽ ഞങ്ങളെ കയറ്റി എത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഏതാണ്ട് 20-21 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത്രയും ദൂരം ഞങ്ങൾ വണ്ടി പിടിച്ച് വന്നു. പോരുന്ന വഴിക്ക് പോലീസുകാർ ഞങ്ങളുടെ പുറകെ വന്നു. ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഓവർടേക്ക് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെയാണ് കാര്യങ്ങൾ, ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നത്, ഞങ്ങൾക്ക് സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെയുള്ള പാവപ്പെട്ട പിള്ളേരെ ഒരാളെ അല്ലെങ്കിൽ 2 പേരെ ഞങ്ങൾ കൂടെ നിർത്തി പഠിപ്പിക്കുമായിരുന്നു.
പഠിപ്പിക്കുന്ന തീരെ നിവൃത്തിയില്ലാത്തവരുണ്ട്. അപ്പോൾ രണ്ട് പിള്ളേരെ വീട്ടിൽ കൊണ്ട് നിർത്തും. അവർ വീട്ടിൽ നിന്നും വാങ്ങിക്കാതെ ഞങ്ങൾ തന്നെ പൈസ കൊടുത്ത് അവർക്ക് ചിലവിൽ കൊടുക്കും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, പഠിപ്പിക്കാനുള്ള ചിലവെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും. ഇപ്പോൾ കൊച്ചിനാണി തന്നെ അവരെ പിള്ളേരെ വീട്ടിൽ പഠിപ്പിക്കും. ഹിന്ദി, ഇംഗ്ലീഷും കണക്കും നന്നായിട്ട് തറവാക്കി പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് ഞങ്ങൾ അവരെ പിള്ളേർ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ബൈക്കാണുള്ളത്. ബൈക്കിൽ ഇരുത്താൻ പറ്റാതെ വന്നിട്ട് അവരെ തിരിച്ചു വിട്ടിട്ട് പിന്നെ 2 കുഞ്ഞു പിള്ളേരെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ്. സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറേ കുട്ടികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കറിയാം, എനിക്കറിയാം ക്രിസ്ത്യാനികളെ കുറിച്ച്, നിങ്ങൾ പേടിക്കേണ്ട, പക്ഷെ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, ഞങ്ങളെ ദൈവം രക്ഷിച്ചതാണ്, ഇനി അവരെ കേസ് കൊടുക്കേണ്ട കാര്യമില്ലാതെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എൻ്റെ നമ്പർ മേടിച്ചു. എൻ്റെ നമ്പർ അദ്ദേഹം മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇരിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നിങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 91 മുതൽ ഈ 2024 വരെ നോർത്ത് ഇന്ത്യയിലെ ഒരു പരിചയം വെച്ച് പറഞ്ഞാൽ ഒരു പോലീസുകാരന് ഒരാളെ സഹായിക്കില്ല. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സഹായിപ്പാൻ ഒരു പോലീസുകാരൻ്റെ രൂപത്തിലാണ് അവിടെ കടന്നു വന്ന് ഞങ്ങളെ സഹായിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നു. ജമ്മുവിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. വേറൊരു ഭാഷ വീട്ടിൽ വന്നു അപ്പം ഞങ്ങളെ എൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഞങ്ങളെ നിർത്തി ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ബൈക്കിൻ്റെ ഫോട്ടോ നമ്പർ സഹിതം എല്ലാം എടുത്ത് അവർ എന്നിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. പറഞ്ഞു വിട്ടതിന് ശേഷം പറഞ്ഞു, ലാസ്റ്റ് വാണിംഗാണ്, ഇനി നിന്നെ ഇവിടെ കണ്ടാൽ നിന്നെ കൊന്നുകളെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിടുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞങ്ങൾ ഓർത്ത് കുറച്ച് ദിവസം നമ്മൾ അനങ്ങാതിരുന്ന പ്രശ്നം കാണില്ല. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്ത് പേപ്പറിൽ നോക്കുമ്പോൾ പേപ്പറിൽ ഞങ്ങളുടെ ഫോട്ടോ ബൈക്ക് സഹിതം ഞങ്ങൾ നിൽക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് പൈസ കൊടുത്ത് മതപരിവർത്തനം ചെയ്യുന്നു, ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് ക്രിസ്ത്യാനികളാക്കുന്നതാണ്, ഇവരെ അടുപ്പിക്കരുത്, ഇവർ ഭീകരന്മാരാണ്, ഇവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വലിയൊരു ആർട്ടിക്കിൾ പോലെ അവിടുത്തെ ലോക്കൽ എഡിഷണൽ പേപ്പറിൽ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നീട് ബജാറിൽ ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായി, പച്ചക്കറി മേടിക്കാൻ പോലും. അതുതന്നെല്ലാം എൻ്റെ കഴുത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു, കൈപ്പലയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകണം. അന്ന് വൈകുന്നേരം ഇതുപോലെ ഈ അവർ തന്നെ എടുത്ത വീഡിയോ ആണ്, ആ വീഡിയോ എല്ലാം. അതുകൊണ്ട് അത് പെട്ടെന്ന് ഫ്ലഡിഷായി അത് വൈറലായത് ഞങ്ങൾ അറിഞ്ഞുമില്ല. പക്ഷെ പലരും ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പേർസിക്യൂഷൻ റിലീഫിലെ ഷിബു തോമസ് സാറ് ഞങ്ങളെ വിളിച്ചു. അപ്പം എനിക്ക് സംസാരിക്കാൻ വയ്യാതിരിക്കുകയാണ്, ശരീരം മൊത്തം നീരായി, തലയെല്ലാം നീരായി, പല സ്ഥലത്തും മുഴകളായി ഇരിക്കുകയാണ്. അപ്പം ഫോൺ എടുക്കുന്നത് കൊച്ചിനാണി തന്നെയാണ്. അവരോട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അതിൽ ഒരു വർഷം എനിക്ക് ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായതാണ്. അപ്പോൾ അത് അറിയാവുന്ന ഡോക്ടർമാർ വിളിച്ചു പറഞ്ഞ്, അങ്ങനെ വെച്ചോണ്ടിരിക്കരുതും, സഞ്ചേട്ടാ പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകും, ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ, അവരെവിടെ പേഴ്സിനകത്താണെങ്കിൽ ആകെ 20 രൂപയുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഇച്ചിരി നേരം ബ്രേക്ക് ആയിപ്പോയി, അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഫാസ്റ്റ് ഇച്ചിരൂടെ ഒന്ന് പുറകിന്ന് പറഞ്ഞാട്ടെ, ഇച്ചിരൂടെ പുറകിൽ. അതായത് ഞങ്ങൾ അവിടെ നിന്ന് പോലീസ് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അതൊക്കെ കേട്ടു. അത് കഴിഞ്ഞ ഞങ്ങൾ അങ്ങനെ ഒരു വൈകുന്നേരം വീട്ടിൽ വന്നിരിക്കുന്നത്, അതായത് വേറെ ഭാഷ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങളുടെ താക്കോലെല്ലാം ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തായിപ്പോയി. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഹൈവേയുടെ സൈഡിലായതുകൊണ്ടും എൻ്റെ ശരീരത്തിലുള്ള രക്തവും ചെളിയെല്ലാം ഉള്ളതുകൊണ്ടും നമുക്ക് നമ്മുടെ റൂമ് ഹൈവേയുടെ സൈഡിലായതുകൊണ്ടും, അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഇതിൻ്റെ ആർസിൻ്റെ ശാഖയുണ്ട്. അങ്ങോട്ട് അവർ വിളിച്ചു പറയും, നിങ്ങളുടെ ആൾക്കാരാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്, ഞങ്ങളുടെ ഫോട്ടോ സഹിതം അയച്ചു കൊടുത്തിരുന്നു. അപ്പം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഫോട്ടോ എല്ലാം വീഡിയോ അവർ പിടിച്ച വീഡിയോ ആണ്, അത് വൈറലായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വൈകുന്നേരം സമയത്ത് ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ഈ വൈറലായി പെട്ടെന്ന് തന്നെ പേർസിക്യൂഷൻ റിലീഫ് എന്ന് പറയുന്ന സംഘടനയുണ്ട്, അത് ഷിബു തോമസ് സാറ്, അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കൊച്ചാണിയാണ് സംസാരിക്കുന്നത്, എനിക്ക് വായിലൂടെ ജോയിന്റ് അനങ്ങത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് പോകാൻ സാറേ, കഴിഞ്ഞപ്പോൾ രാത്രി ഞങ്ങൾ പിന്നെ പൊക്കളാന്ന് പറയും. അപ്പോൾ അറിയാവുന്ന എനിക്ക് ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഹാർട്ടിനെ ചികിത്സിച്ച് ഡോക്ടറും വിളിച്ച് പറഞ്ഞു, അവർ മലയാളികളാണ്, അവർ വിളിച്ച് ശ്രമിച്ചോട്ടാ, നിങ്ങൾ എങ്ങനെയും രാത്രി വീട്ടിലിരിക്കരുത്, എങ്ങനെയായാലും ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, അതുകൊണ്ട് എവിടേക്കാണ് അവരടിച്ചതെന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. പക്ഷേ
ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ വെറും 488 രൂപയാണുള്ളത്. എൻ്റെ പേഴ്സിലാകെ 20 രൂപയുള്ളൂ. അപ്പോൾ ഷിബു സാറ് വിളിച്ച് പറഞ്ഞത് ഒരിക്കലും ജമ്മുവിലുള്ള ഹോസ്പിറ്റലിൽ പോകരുത്, നിങ്ങൾ പട്നയ്ക്ക് പോകണം. അപ്പം ഞങ്ങൾ പൊയ്ക്കോളാം, നാളെ പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം രണ്ട് പ്രാവശ്യം വിളിച്ച്, മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചത് പൈസയ്ക്ക് പ്രശ്നമാണോ? ഞാൻ പോകാനുള്ള പൈസ ഞാൻ തന്നോളാം, നിങ്ങളൊരു വണ്ടി വിളിച്ച് വേണം പോകാൻ, വണ്ടി വിളിക്കാനുള്ള കാശും തരാം. അങ്ങനെ അദ്ദേഹമാണ് 20,000 രൂപ ഞങ്ങൾക്ക് ആദ്യം തരുന്നത്. ആ പൈസ അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹം അടികൊണ്ടു, അദ്ദേഹം ഗ്രാമത്തിലാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി ഞങ്ങൾ ആ പയ്യനുമായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം പട്ന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അസ്ഥിക്കുമൊക്കെ പൊട്ടുണ്ട്, അതൊക്കെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി ആയതുകൊണ്ട് എക്സ്റേ എടുക്കാൻ പറ്റില്ല, തിരിച്ച് ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, കാരണം പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോ വന്നിങ്ങനെ ഞങ്ങളുടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അവസാനം പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങളുടെ മോളാണ്, അവള് 2 ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് അവർ MRI CT സ്കാൻ എല്ലാം ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കിഡ്നിക്ക് ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അത് പ്രശ്നമില്ലാത്ത സ്വെല്ലിംഗ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഈ ോട് ചേർന്ന് അസ്ഥിക്ക് ചെറിയ പൊട്ടലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലും ഏതാണ്ട് ഒരു 1.5 മാസത്തോളം ഞാൻ കഴുത്തിൽ കുളറിട്ട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ ജസ്റ്റ് പുറത്തിറങ്ങി പല തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയത്, സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ട്. ഏതായാലും ദൈവം സഹായിച്ചു, ദൈവം രക്ഷിച്ചു. അത് അനേകരുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസരം ഞങ്ങൾക്ക് ചാനലിൽ സംസാരിക്കാൻ അവസരം നൽകി തന്നത് ദൈവത്തിന്റെ കരുതൽ. അതുപോലെ അനേകരുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് ലോക മലയാളികളെന്ന് എനിക്ക് പറയാൻ പറ്റും. ലോക മലയാളികൾ, ക്രിസ്ത്യാനിസ് ആയിട്ടുള്ളവർ, പല രാജ്യങ്ങളിലുള്ളവർ, പല ദേശത്തുള്ളവർ, പല മലയാളികളായിട്ടുള്ളവർ വിളിക്കുകയും ഞങ്ങളെ സന്ധിക്കുകയും ചെയ്തു. എല്ലാവരോടും ഞങ്ങളുടെ നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ എന്നും രാത്രി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെയും ഞങ്ങൾക്ക് പേരറിയില്ലെങ്കിലും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ സമയം വേർതിരിച്ച് എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ബീഹാറിലെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനാണ്. അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യനാണ്. ആ പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് ആർക്കും പ്രവർത്തനം ചെല്ലാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടെയുള്ള വിശ്വാസികൾ ഇപ്പോഴും ഭീഷണിയിലാണ്. അവർ വീട് തല്ലുമെന്നൊക്കെ ഉള്ള ഭീഷണിയിലാണ്. എങ്കിലും ബാക്കിയുള്ള വിശ്വാസികളെ ആ സഹോദരൻ അവനെ കൊണ്ട് പറ്റാവുന്ന പോലെ സന്ധിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം അവിടെയുള്ള ഗ്രാമങ്ങൾ ഇന്റീരിയർ ഗ്രാമങ്ങളാണ്. അപ്പം നമ്മൾ ഓരോ ഓട്ടോറിക്ഷ വിളിച്ച് വേണം അങ്ങനെ ഇങ്ങനെ പോകാൻ. ബസ് സർവീസുകളും കുറവാണ്. എന്നിട്ട് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വർക്കുകൾ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ അവൾക്ക് ഭയമാണ്. അവൾ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല പപ്പ, പോയാൽ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളൊരു സുഖമില്ലാത്ത കുട്ടിയാണ്. അങ്ങനെ അവൾക്കൊരു തലവേദനയുടെ പ്രശ്നമുണ്ട് അവൾക്ക്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടാകാനൊന്നും പാടില്ല, എങ്കിലും അവളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. എങ്കിലും ഞങ്ങൾക്ക് തിരിച്ച് നോർത്തിലേക്ക് പോകണം, പ്രവർത്തനത്തിന് പോകണം. ശരീരത്തിൽ എനിക്ക് വലത് സൈഡിലെ പ്രശ്നമുണ്ട്. തലയുടെ ഞരമ്പ് പ്രശ്നമുള്ള, തലയ്ക്ക് പുകച്ചിലുണ്ട്, പുറത്ത് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, ശരീരത്തിന് പുറത്തൊക്കെ ഇപ്പോഴും വേദനയുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാസം, അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും കഴിയുമ്പോൾ വീണ്ടും ഒരു ചെറിയ തിരുമ്പ ചികിത്സ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. വീണ്ടും ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ആ ചാനലിന്, ജോയിസ് TVക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ഈ ചാനലിനെ ധാരാളം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. നമുക്ക് ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിച്ചിട്ട് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ വീണ്ടും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളെല്ലാവരെയും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. കർത്താവിന്റെ ദാസനെ പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവദാസൻ എത്ര പ്രാവശ്യം മർദ്ദനമേറ്റിട്ടുണ്ട്? ഇത് 3 പ്രാവശ്യം. ഓക്കെ. ദൈവദാസി പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ദാസി കൊച്ചുറാണി സിസ്റ്റർ പ്രൈസ് ലോർഡ്. ഇങ്ങോട്ട് തിരിച്ച് ആമേൻ. ഇച്ചിരി കൂടെ കണ്ടേ. ഓക്കെ. ഇത്രയും നല്ല ഡിഗ്രി ഉണ്ട്,
PG സെക്കൻഡ് റാങ്കോടോ ഇല്ലയോ? സെക്കൻഡ് റാങ്ക് ഇല്ലായിരുന്നോ? സെക്കൻഡ് റാങ്ക് അല്ല, കോളേജിൽ സെക്കൻഡ് ടോപ്പർ. കോളേജിൽ, ഞങ്ങളുടെ കോളേജിൽ. അച്ഛാ, സിസ്റ്റർ പഠിച്ച കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ടോപ്പ് സെക്കൻഡായിട്ട് വെളിയിൽ വന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. ആമേൻ, സ്തോത്രം. 1 മാസത്തോളം നിങ്ങൾ പട്ടിണി കിടന്നെന്ന് കേൾക്കുവാനിടയായി തീർന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തി ഇന്നും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അനേകർക്ക് ആശ്വാസവും തണലും തണുപ്പുമാക്കി തീർക്കട്ടെ. സ്വർഗരാജ്യത്തില് വലിയൊരു പ്രതിഫലമുണ്ട് എൻ്റെ നാമനിമിത്തം. നിങ്ങൾക്ക് നിങ്ങളെ ദുഷിക്കുകയും പഴിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും നല്ലൊരു പ്രതിഫലം ദൈവം സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിലും കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസിയോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും വിദ്യാഭ്യാസവും നല്ലൊരു രീതി പോസ്റ്റിൽ ഇരുന്നിട്ട് കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും ജീവിതത്തില് ദൈവസന്നിധി നകലുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ദുഃഖമോ പ്രയാസമോ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് തെറ്റായി പോയെന്ന് വല്ല ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതുവരെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. നമ്മൾ സുശേഷവേലയുടെ ഭാഗമാണല്ലോ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ. ഞാൻ എപ്പോഴും കഷ്ടം തരുന്നതെന്ന് ഞാൻ പറയാറില്ല. കഷ്ടം സഹിക്കാനുള്ളൊരു കൃപ, പിടിച്ചു നിൽക്കാനുള്ളൊരു കൃപ തന്നെ ഇന്നും അന്നും ഇന്നും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര പ്രതിസന്ധി വന്നാലും കഷ്ടതകൾ വന്നാലും അതിൽ സഹിക്കാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സഹിക്കുന്നതല്ല, ഞങ്ങളുടെ കുഞ്ഞിനും ആ ഒരു മനോഭാവം, ആ ഒരു മെന്റാലിറ്റി അവൾക്കും കൂടെ ഉണ്ടായാൽ മാത്രമല്ല ഞങ്ങൾക്ക് ആ ഒരു പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ കുടുംബമായി ഞങ്ങളുടെ കുഞ്ഞിനെ ആ ഒരു അനുഭവത്തിൽ നിലനിൽക്കാൻ കർത്താവ് സഹായിക്കുന്നു. ദേവദാസി ഈ ദൈവദാസനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ദേവദാസിക്ക് എന്തുവാ ഫീലിംഗ് തോന്നിയത്? ദൈവദാസനെ ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ, ഒരുപാട് മരണാസനാക്കി കൊല്ലുവാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അമ്പലത്തിന്റെ അവിടെ തൊട്ട് കൊണ്ടുപോയി നിങ്ങളെ കൊല്ലാനാണെന്ന് പറഞ്ഞപ്പോ ദേവദാസിയുടെ ഉള്ളത്തിൽ എന്താണ് തോന്നിയത്? സത്യത്തില് അപ്പോഴുണ്ടായ ഫീലിങ്സ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. കൈ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജസ്റ്റ് ഞാൻ ഒരു സെക്കൻഡ് കുഞ്ഞിനെ കുറിച്ചൊന്ന് ആലോചിച്ചു വെച്ചാൽ അവൾ ഒറ്റ മോളാണ്. ഈ സംഭവം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് അവള് ഫോൺ വിളിച്ച് വല്ലാതെ കരഞ്ഞു. പറഞ്ഞു, മമ്മി എനിക്കെന്തോ വല്ലാതെ, അന്ന് വെക്കേഷൻ ആയിട്ട് നാട്ടിൽ വന്നിരുന്നു, എൻ്റെ ആങ്ങളയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞു, മമ്മി എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു, എന്താണെന്ന് അറിയില്ല, പപ്പായ്ക്കും മമ്മിക്കും എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് പോരണേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞു. ഞാനോട് വീട്ടിൽ എന്തിനേലും വഴക്ക് പറഞ്ഞിട്ടായിരിക്കും. അതല്ല, എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്നു, പപ്പായ്ക്കും മമ്മിക്കും എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് പിന്നെ ലോകത്ത് ആരുമില്ല മമ്മി, ഞാൻ ടോട്ടലി അനാഥയായി പോകും, സഹോദരങ്ങളും ഇല്ലല്ലോ. ആ ഒരു നിന്നായാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോരണം മമ്മി എന്ന് കൊച്ചു വല്ലാതെ കരഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ രാത്രി പ്രാർത്ഥന എല്ലാം ഒഴിവാക്കി പകലേ പോകുന്നുള്ളൂ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചു പിന്നെയും കാരണം മമ്മി അങ്ങനെയല്ലേ, എനിക്ക് പേടിയാവോ, എനിക്ക് എന്തോ പോലെ തോന്നുവാ, നാട്ടില് നമുക്ക് റേഷൻ കാർഡൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബീഹാറിലും നമ്മൾ പട്ടിണി, ഇവിടെ ആയാലും നമുക്ക് പട്ടിണി കിടക്കണം എങ്കിൽ പിന്നെ ഇത്രയും നാളും കഷ്ടപ്പെട്ടല്ലേ, നോർത്ത് ഇന്ത്യ പപ്പ വർക്ക് ചെയ്തതല്ലേ, അപ്പയോട് പറഞ്ഞു കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞ, ഇത്രയും നാൾ നോർത്ത് ഇന്ത്യ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ, കേരളത്തിലും ചെയ്യാവല്ലോ എന്ന് കൊച്ചു വല്ലാതെ കാര്യം. ഞാൻ പറഞ്ഞു ശരി ആട്ടെ, 2 വർഷം കൂടെ കഴിഞ്ഞ് വരാൻ നോക്കാം എങ്ങനെയൊക്കെ പറഞ്ഞ് അവളൊരു വിധത്തെ ആശ്വസിപ്പിച്ച് നിർത്തി. 4ാം ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഒരു സെക്കൻഡ് ഞാൻ കുഞ്ഞിനെ കുറിച്ചൊന്ന് ഓർത്ത്, ദൈവമേ എന്ത് സംഭവിക്കും, അവൾ പറഞ്ഞതുപോലെ ആയിത്തീരുമല്ലോ, അവൾ ഒറ്റയായി പോകില്ല എന്നുള്ളൊരു ചിന്ത വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ വലിച്ചു അവരിങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ പുറത്തിറക്കി നിർത്തി കഴിഞ്ഞപ്പം ജസ്റ്റ് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു ചിന്ത കൂടെ എന്റെ മനസ്സിൽ വന്നു, ദൈവമേ ഒന്ന് ചോദിക്കാൻ പോലും പുറകിൽ ആരും ഇല്ലല്ലോ, സംഘടനകളുടെ കൂടെ ആണെങ്കിൽ അതിന്റെ ഭാരവാഹികൾ ചോദിക്കും, ഇത് ഞങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ, അങ്ങനെ ഈ 2 ചിന്ത മാത്രമേ വന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവർ കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. ഒരു 6-7 മിനിറ്റ് മാത്രമേ ഇനി ഞങ്ങൾക്ക് ആ അമ്പലത്തിൽ എത്താനുള്ളൂ. അത്രയും ഡിസ്റ്റൻസ് മാത്രം ഞങ്ങൾക്ക് മരണവും ജീവിതവും തമ്മിൽ അവർ ഞങ്ങൾക്ക് തന്നിട്ടൊരു സമയം. പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനില്ല, മരണമല്ലാതെ വേറെ. ഈ സമയം കൊണ്ട് കുഞ്ഞിനെ മറന്നു, ബാക്കിയെല്ലാം മറന്നു, കൊല്ലുമെന്ന് ഉറപ്പായി. മരിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ അടിക്കുകയോ ഉപദ്രവം എല്ലാം ചെയ്ത് കണ്ടപ്പോഴും സത്യത്തിൽ എനിക്കിപ്പോഴും അറിയത്തില്ല, എന്നോട്
ഒത്തിരി പേര് ചോദിച്ചു അതെങ്ങനെ അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായ. ദൈവകൃപ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ദൈവം എന്നെ ബലപ്പെടുത്തി, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. എൻ്റെ അപ്പച്ചൻ IPC ഒരു പാസ്റ്ററാണ്. MM പീറ്റർ എന്നാണ് അപ്പച്ചൻ്റെ പേര്. ഞങ്ങൾ 5 മക്കളാണ്. ഇപ്പോൾ ഞങ്ങളെ ഓരോ പാഴ്സനേജിലാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല. അപ്പച്ചൻ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ പെങ്ങളുടെ അളിയൻ്റെയും കൂടെയാണ്. ഞങ്ങൾ നാട്ടിലാകാരം തന്നെ വരുമ്പോൾ ഒരാഴ്ചത്തേക്ക് വരാറുള്ളൂ. പെട്ടെന്ന് തിരിച്ചു പോകും, കാരണം താമസിക്കാൻ സൗകര്യമില്ല. കൊച്ചിനായുടെ ആങ്ങളുടെ കൂടെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ നാട്ടിൽ വരുമ്പോൾ താമസിക്കുന്നത്. അപ്പോൾ കൊച്ചിനായുടെ വീതം ഒരു 6 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നായിരുന്നു കല്യാണ സമയത്ത്. ആ സ്ഥലത്ത് 2 വർഷം മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും പറയും ഇവിടെ ലൈഫ് മിഷന് വീട് കൊടുക്കുന്നുണ്ട്, നിങ്ങളും കൂടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപേക്ഷ കൊടുക്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് റേഷൻ കാർഡുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ അക്ഷയക്കാരൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നീ ഒരു അപേക്ഷ വയ്ക്കാൻ അങ്ങനെ വെപ്പിച്ചു. പക്ഷേ ദൈവകൃപ എന്ന് പറയട്ടെ, അത് ഞങ്ങൾക്കത് പാസ്സായി കിട്ടി. 420 സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ്. ഇത് തറയിട്ടിട്ടില്ല, വെള്ളത്തിൻ്റെ പ്ലംബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല, കറണ്ടൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് താമസിക്കാവുന്ന പരുവത്തിനായിട്ട് കിട്ടി. അതിപ്പോൾ ഞാൻ ഈ സംഭവം ഉണ്ടായി വന്ന് കിടക്കുന്നതിന് മുമ്പ് ദൈവം അങ്ങനെ ചെറിയൊരു വീട് തന്നതിന് ശേഷമാണ് ഇതിന് കിടക്കാനൊരു അവസരം ജീവിതത്തിലുണ്ടായത്. അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ദൈവത്തിൻ്റെ കരുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പണി എങ്കിലും ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു രീതിയിൽ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു. ആമേൻ. കർത്താവിന്റെ ദാസനെ കർത്താവ് എല്ലാം നൽകി തരും. നമ്മുടെ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് കൊടുക്കുന്നവനായ ദൈവമാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം കഷ്ടങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിപ്പാനുള്ള ദൈവത്തിന്റെ വലിയ കൃപ. കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ വരവും കർത്താവിനോടുകൂടിയുള്ള ജീവിതവും ആയതുകൊണ്ട് പ്രിയ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ഈ കഷ്ടങ്ങളൊക്കെ സഹിപ്പാന് കർത്താവ് കൃപ തന്നു. വലിയൊരു പ്രതിഫലം ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിലും ഭൂമിയിലും നൽകി തരും. ഹല്ലേലൂയ. പിന്നെയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവദാസൻ പറഞ്ഞു ഇനി ബീഹാറിലോട്ട് കടന്നു പോകണമെന്നാണ് ആഗ്രഹമെന്ന്. അങ്ങനെ തന്നെയാണോ? അതോ ആഗ്രഹം പോകണം, എങ്ങനെയെങ്കിലും പോകണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര നാളത്തെ ജീവിതത്തിൽ നമുക്ക് ആകെയുള്ളത് വിശ്വാസികളാണ്. അത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പാടുള്ള ദൈവം തന്ന അനുഗ്രഹം അതാണ്. അപ്പൊ അവരെ അങ്ങനെ നഷ്ടപ്പെടുത്താനോ അവർ നഷ്ടപ്പെട്ടു പോകാനോ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ പോകണം, എങ്ങനെയും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവദാസി അതിന് തയ്യാറാണോ? ഞാൻ എക്സാക്ട് അതേ സ്ഥലത്ത് ചെല്ലാൻ പറ്റത്തില്ല, എങ്കിലും കുറച്ച് ദൂരെ കുറച്ച് മാറിയിട്ട് ആ ഭാഗത്തോട് ഫോക്കസ് ചെയ്ത് വർക്ക്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ. കർത്താവ് അതിന് വേണ്ടുന്ന എല്ലാ വഴികളും വാതിലുകളും തുറന്നു തരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസൻ ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഇത്രത്തോളം കർത്താവ് ദൈവദാസനെ ഉപയോഗിച്ചതാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ നല്ല വൈകായ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ് വിശേഷാൽ കർത്താവെ ജോയിസ് ടിവികളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാൻ ഒരവസരം കർത്താവ് ചാനലിലൂടെ കർത്താവ് നൽകി തന്നല്ലോ. അതിന് കൃപയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഇതിലൂടെ അനേകർ കർത്താവിനെ കാണുവാൻ, അനേകർ കർത്താവിന്റെ സാക്ഷി കർത്താവ് കേൾക്കുവാൻ, അനേകർ ദൈവ ശബ്ദം കേൾക്കുവാൻ ഈ ചാനൽ ഒരു മുഖാന്തരമാക്കി തീർക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുക, അനുഗ്രഹിക്കുക ചെയ്യണം. ഒരു പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കണം, അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ടെസ്റ്റ് മണി കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമ്പോൾ ദൈവ ശബ്ദമായി കേൾക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ ഹൃദയങ്ങളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കർത്താവ് ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു കർത്താവ് ഒരു കോളിംഗ് അവരുടെ ഹൃദയത്തിൽ കർത്താവിന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കഷ്ടപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. ആ കർത്താവ് ഉപദ്രവിക്കപ്പെട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട്, ഉപദ്രവം അനുഭവിച്ചിട്ട് കർത്താവ് ജയിലുകളിലായിരിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനം, കർത്താവ് ഒരു കൂട്ടം ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാസ്തവമായി കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ത്യയിലുള്ള സഭകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ലെന്ന് കർത്താവ് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്ന, വാഴ്ത്തുന്ന കർത്താവ്. ഇന്ത്യയിലുള്ള എല്ലാ ഡിനോമിനേഷനുകളും ഞങ്ങൾ ഓർക്കുന്നു, ഓരോ സംഘടനകളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് സുവിശേഷം അറിയിക്കുന്ന വിവിധ സംഘടനകളുണ്ട്, ടീം വർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെ ബൈബിൾ സ്കൂളുകൾ, അതുപോലെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ, വിവിധ നിലകളിൽ കർത്താവിനെ സേവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് ഇതുപോലുള്ള ചാനലുകൾ, സുവിശേഷം അറിയിക്കുന്ന ചാനലുകളുണ്ട്. കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ കാലം കർത്താവ് നൽകി തന്ന സമയത്തിനായി സ്തോത്രം. ഒരിക്കലും കൂടെ അടികളെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ചാനലിനെ ഒരിക്കലും കൂടെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടികളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദേവദാസ്